അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ലോക മുസ്ലിം ചരിത്രത്തിൽ കേരളത്തിലെ സമസ്തക്കാരെ പോലെ വിചിത്രമായ ആശയങ്ങളും വിചിത്രമായ നിലപാടുകളും ആദർശങ്ങളും വെച്ചു പുലർത്തുന്ന മറ്റൊരു വിഭാഗമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും പരിചയമില്ലാത്ത പല കാര്യങ്ങളും ദീനിൽ കൂട്ടിച്ചേർക്കുകയും അതിനോടൊപ്പം തന്നെ തങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് വാദിക്കുകയും എന്നാൽ റസൂലിനും സ്വഹാബത്തിനും പരിചയമില്ലാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളെ ബിദഈകളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന വിചിത്ര വിഭാഗമാണ് കേരളത്തിലെ സമസ്ത. ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് പോലും അള്ളാഹുവിലേക്കും യഥാർത്ഥ ദീനിലേക്കും ആളുകളെ ക്ഷണിക്കാനല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുമാണ് എന്ന് ഇക്കൂട്ടർ തന്നെ തുറന്നു സമ്മതിച്ചതാണ്. ആദ്യമായി അതൊന്ന് കാണുക. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമിനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമിനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. അപ്പൊ എന്തിനാണ് ഈ പിന്തിരിപ്പൻ പ്രസ്ഥാനം കേരള മണ്ണിൽ ജന്മം കൊണ്ടത്? ഗൗസുൽ ആലമിനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ആർത്തട്ടഹസിച്ച് വിളിച്ചു പോകുന്ന വലിയൊരു സമൂഹത്തെ ഉണ്ടാക്കാനാണ് ഈ പ്രസ്ഥാനം കേരള മണ്ണിൽ ജന്മം കൊണ്ടത് തന്നെ. അപ്പൊ ഇതിന്റെ ജന്മം തന്നെ ബാത്തിലിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ജന്മം കൊണ്ട ഒരു പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലം രാവും പകലും തലങ്ങും വലങ്ങും പാഞ്ഞിട്ടും ആ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കണം, അത് വിളിക്കൽ അനുവദനീയമാണ്, ഞങ്ങൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചോ ഇല്ലയോ? ഇൻഷാ അല്ലാഹ് അതിന് തെളിവ് പിന്നീട് വരുന്നുണ്ട്. എന്തായാലും ഈ പ്രസ്ഥാനം രൂപീകൃതമായത് ഒരു ബാത്തിലിനും വേണ്ടിയിട്ടാണ്, ഹക്കിനും വേണ്ടിയിട്ടല്ല, അള്ളാഹുവിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാനല്ല, യഥാർത്ഥ ദീനിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാനല്ല. അതുകൊണ്ട് തന്നെ ജന്മം പോലും ബാത്തിലിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ത്? അതാണ് ഈ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ രൂപീകരണ ലക്ഷ്യം അവർ പറഞ്ഞല്ലോ. ഇനി അന്നു മുതൽ, ആ രൂപീകരിച്ച അന്നു മുതൽ ഇന്നലെ വരെ കളവുകൾ മാത്രം പ്രചരിപ്പിച്ച് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് സ്വഹീഹായ ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് ഇവരുടെ ഈ കളവുകളുടെ കൂമ്പാരത്തിലേക്ക് വലിച്ചിട്ടത് റസൂലിനാണ്. കാരണം ഇവരുടെ രൂപീകരണ സമയത്ത് റസൂല് ഹാജരായി എന്നാ പറയണത്. കേട്ടോളി. പിൽക്കാലത്ത് അസുറിന്റെ വലിയായിരുന്ന ശംസുൽ ഉലമ പോലും ഔലിയാക്കളിൽ പ്രധാനിയാണെന്ന് പറഞ്ഞിരുന്ന തൃപ്പനച്ചി മുഹമ്മദ് ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കേട്ടില്ലേ? തൃപ്പനച്ചി ഉസ്താദ് ബഹുമാനപ്പെട്ടവര് ഇന്ന് ഇപ്പൊ മുഷാവറയിൽ തിരഞ്ഞെടുക്കപ്പെട്ട, ഞാൻ ഈ സനദ് സഹിതം പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാം ട്രോളുന്ന ഒരു കാലമായതുകൊണ്ടാണ്, ഇന്ന് മുഷാവറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒളവണ്ണ ഉസ്താദിനോട് പറഞ്ഞ ചില വിഷയമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്, നിങ്ങൾ എന്താണ് സമസ്തയെ പറ്റി മനസ്സിലാക്കിയത്? സമസ്ത ഉണ്ടാക്കാൻ സമ്മതം കൊടുത്തതും രൂപീകരണ യോഗത്തിൽ ദുആക്ക് ആമീൻ പറയുന്ന കൂട്ടത്തിലും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോ 1925 തന്നെ വലിയ പിന്തിരിപ്പിന് പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കെണിഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് റസൂലിന്റെ സമ്മതം കിട്ടിയില്ല എന്നാ പറയണത്. റസൂൽ 26-ലാണ് തന്നെ സമ്മതം കൊടുത്തത്. അങ്ങനെ 26 സമ്മതം കൊടുത്തു. ഇത് തട്ടിക്കൂട്ടി, പ്രസ്ഥാനം തട്ടിക്കൂട്ടി. എന്തിനു വേണ്ടിയിട്ട്? മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. യാ ഷെയ്ഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞ് നട്ടപ്പാതിരക്ക് വിളക്ക് കുതിക്കാണ്ട് ചാടിക്കളിക്കണ ഒരു അന്തല്ലാത്ത കൗമിനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അതിന്റെ പ്രഥമ യോഗത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പൊ റസൂൽ കോഴിക്കോട് വന്നിട്ടുണ്ടാവും, പല സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ടാവും, അതിൽ ആമീൻ പറഞ്ഞു എന്ന്. അവിടെ തുടങ്ങുന്ന ഇവര് റസൂലിനോടുള്ള അനീതി. കാരണം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ സദസ്സിൽ പങ്കെടുത്തുവെങ്കിൽ റസൂലിനെ കൊണ്ട് ഇവർ ദ്വാരിപ്പിക്കല്ലേ വേണ്ടത്? റസൂലിനെ 2ാം നമ്പറാക്കി ഇവിടെ തള്ളാൻ പാടുണ്ടോ? ഒരാൾ ദ്വാരിക്ക, മറ്റേ ആൾ ആമീൻ പറയും. അപ്പൊ ഈ ദ്വാരിക്കുന്ന ആളായിരിക്കുമല്ലോ കുറച്ച് ശ്രേഷ്ഠൻ ഇവരെ കാഴ്ചപ്പാട് പ്രകാരം. ഇവരെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു യോഗം നടക്കുമ്പോൾ അതിൽ അമ്പലക്കടവും ഉണ്ട്, ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഉണ്ട്. അമ്പലക്കടവ് തോരന്നിട്ട് ജിഫ്രി കോയ ആമീൻ പറയോ? ഇല്ല. സാധാരണഗതിയിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആര്? അയാളെ കൊണ്ട് ദ്വാരിപ്പിക്കും, മറ്റുള്ളവർ ആമീൻ പറയും. അപ്പൊ റസൂലിനെ പോലും ആമീൻ പറയുന്ന ഒരാളാക്കി മാറ്റി. അപ്പൊ ദ്വാരുന്നുണ്ടാവും, അതിനെക്കാട്ടി ശ്രേഷ്ഠത ആൾ ദ്വാരുന്നുണ്ടാവും. ഇരിക്കട്ടെ. അങ്ങനെ റസൂലിന്റെ സമ്മതപ്രകാരം രൂപീകരിച്ച പ്രസ്ഥാനം പ്രഥമ രൂപീകരണ യോഗത്തിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് റസൂല് ആമീൻ പറഞ്ഞു. ആ പ്രസ്ഥാനത്തിന് ഒരിക്കലും പിഴക്കുകയില്ല എന്നിവർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അവരെന്നെ പറയട്ടെ.
അപ്പൊ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത രൂപീകരിച്ചത്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ഉറപ്പായി? റസൂലുള്ളാഹി പറഞ്ഞ ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് പറഞ്ഞത് ഈ സംഘടന തന്നെയാണ്. മാത്രമല്ലല്ലോ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്ത് ജനിക്കുന്ന സമയത്ത് നട്ടുച്ച നേരത്തായിരുന്നു. സൂര്യന് സമീപം ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെടും എന്ന് നേരത്തെ തന്നെ മൂപ്പരെ ബാപ്പ പറഞ്ഞു. മൂപ്പരെ ബാപ്പയും വലിയ മഹാനാണ്. അങ്ങനെ തന്റെ ഹാദിമീങ്ങളിൽപ്പെട്ട ഒരാൾ ചെറിയ അഹമ്മദ് പോയി നോക്കിയപ്പോ നക്ഷത്രം ഉണ്ടായിരുന്നു. ആ നക്ഷത്രം കണ്ട വിവരം വന്നപ്പോഴാണ് ഭാര്യ പ്രസവിച്ച വിവരം വന്നത്. അത് തന്റെ മകൻ നക്ഷത്ര തുല്യനായി ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകും എന്നതിന്റെ അടയാളമാണെന്ന് 90 കൊല്ലം മുമ്പ് ഉത്തുബുസ്സമാൻ തങ്ങൾ ജനിക്കുന്ന സമയത്ത് 90 കൊല്ലം മുമ്പ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിതാവ് പറഞ്ഞിരുന്നു എന്നാണ്. അപ്പൊ റസൂലിന്റെ സമ്മതപ്രകാരമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ സമസ്ത എന്നുള്ള പ്രസ്ഥാനം ഉണ്ടാക്കിയത്. മാത്രല്ല, ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സിറാത്തുൽ മുസ്തഖീം സമസ്താണത്രേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സമസ്തയിൽ നിന്ന് കാലാകാലമായിട്ട് തെറ്റിപ്പോയ പല ആൾക്കാരും സിറാത്തുൽ മുസ്തഖീം നിന്ന് പുറത്തായിരിക്കുമല്ലോ. അവർ നരകത്തിലായിരിക്കും. കാന്തപുരം നരകത്തിലായിരിക്കും, ആന സുന്നികൾ നരകത്തിലായിരിക്കും, ദക്ഷിണ കേരള നരകത്തിലായിരിക്കും, വഹാബികൾ പോട്ടെ, അങ്ങനെ കുറെ ആൾക്കാർ നരകത്തിലായിരിക്കും. ഇപ്പൊ നടക്കുന്ന ഈ തമ്മിത്തല്ലില് ആരൊക്കെയാണ് സ്വർഗത്തില്, ആരൊക്കെയാണ് നരകത്തില്, ആരൊക്കെയാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ ഔത്ത്, ആരൊക്കെയാണ് പുറത്ത് എന്നൊക്കെ അടുത്ത മുഷാവറ കൂടി തീരുമാനിക്കട്ടോ. ഇപ്പൊ മുഷാവറ കൂടുതൽ കാര്യമായിട്ട് അതിനാണ്. ആദ്യം മുഷാവറ കൂടും, അതിൽ തമ്മിൽ കുറെ വാഗ്വാദങ്ങളുണ്ടാവും, കുറെ ആൾക്കാർ ഇറങ്ങിപ്പോവും, കുറെ ആൾക്കാർ ഉറങ്ങിപ്പോവും, എന്നിട്ട് അത് നിഷേധിക്കും. കുറച്ച് ടീം പുറത്ത് നിന്നിട്ട് വേറെ ടീം സത്യമാണെന്ന് പറയും. എന്നിട്ട് ആ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി വേറെ മുഷാവറ കൂടും. അടുത്ത മുഷാവറ അതാണെന്ന് പറയും. ആ മുഷാവറ ഉണ്ടാണ് കച്ചറ തീരുമാനിക്കാൻ വേറെ മുഷാവറ കൂടും. എല്ലാ യോഗത്തിനും യാത്രാപത്തി അലവൻസ് ഒക്കെ എഴുതിയെടുക്കാലോ. നല്ല പരിപാടിയാണ് ഇപ്പത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തിന് ഒരിക്കലും പഴക്കൂല എന്നാ പറഞ്ഞത്. കാരണം നിർദ്ദേശം കൊടുത്തത് റസൂല്, ഉണ്ടാക്കിയത് വരക്കൽ മുല്ലക്കോയ തങ്ങള്. ആരാ വരക്കൽ മുല്ലക്കോയ തങ്ങള്? വരക്കൽ മുല്ലക്കോയ തങ്ങളെ ജനനം തന്നെ കറാമത്താണ്. നട്ടുച്ച നേരത്ത് സൂര്യന്റെ അടുത്തൊരു നക്ഷത്രം ഉദിക്കും എന്ന് മൂപ്പര ബാപ്പ പറഞ്ഞിരുന്നു അത്രേ. അപ്പൊ എല്ലാവരും പറഞ്ഞിട്ട് പോയി നോക്കുമ്പോ സൂര്യന്റെ അടുത്ത് വലിയൊരു നക്ഷത്രം അങ്ങ് ചിരിച്ചു കളിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. അതായത് കറാമത്ത്. ഏതായാലും നട്ടപ്പാതിരാക്ക് സൂര്യൻ ഉദിക്കും എന്ന് പറയാത്തത് ഭാഗ്യമായി പോയി. അപ്പൊ ഈ സമസ്തക്ക് പഴക്കൂല എന്നാണ് കാലാകാലമായിട്ട് വലിയ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം എന്താ? വരക്കൽ മുല്ലക്കോയ തങ്ങൾ മാത്രമല്ല വലിയ, ഈ സമസ്തന്റെ 40 മുഷാവറ മെമ്പർമാർ മൊത്തം ഔലിയാക്കളാണ്. മാത്രമല്ല, പതിറ്റാണ്ടുകളോളം ഈ പ്രസ്ഥാനത്തെ നയിച്ച, സമസ്തയെ മുന്നോട്ട് നയിച്ച EK അബൂബക്കർ മുസ്ലിയാർ ആരാ? ചില്ലറക്കാരനൊന്നല്ല. മൂപ്പര് അസ്ഹാബുൽ കഹ്ഫിനെക്കാളും വലിയ മഹാനാണ് ബലവാദം. കേട്ടോളി. ഇത് സിറാത്ത് മുസ്തഖീമിന് വേണ്ടി അള്ളാഹുവിന്റെ ഔലിയാക്കളായ ദുആ ചെയ്താൽ തൊട്ടാൽ പൊട്ടുന്ന ദുആയുടെ ഉടമകളായ, ഒരു കറാത്ത് പോലും ജീവിതത്തിൽ തപ്പിയാൽ തരിമ്പ് പോലും കാണാൻ കഴിയാത്ത വിശുദ്ധമായ ജീവിതത്തിന്റെ ശുദ്ധാത്മാക്കളായ ഒരു പിടി മഹാന്മാരായ ആരിഫ്യങ്ങൾ ഔലിയാക്കൾ ഉണ്ടാക്കിയത്. അത് കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ചിത്രതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, വാചാലതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഗീർവാണ പ്രഭാഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, പ്രശസ്തിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, പണക്കൊതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, പടച്ചോന് വേണ്ടി ഉണ്ടാക്കിയതാ. പടച്ചോന് വേണ്ടി ഉണ്ടാക്കിയതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറക്കൊഴിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ പണിക്കാരെ കിട്ടാം. അതുകൊണ്ടൊരു കാര്യം, വളർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ എന്റെ സ്നേഹപുഷ്പങ്ങൾക്ക് സമാനം സദസ്സിൽ പ്രക്ഷോഭിതരായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ ദൃഢരൂഢമൂലമായ വിശ്വാസത്തോടെ ഇഖ്ലാസോടെ പ്രവർത്തിച്ചാൽ നാളെ പാലാറ്, വീനാറ്, കളകളാറ് ഉമ്മഴക്കൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിൽ പടച്ചവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് കടക്കാൻ കഴിയും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വെള്ളിയാഴ്ചയിൽ പതിവായി പാരായണം ചെയ്യുന്ന സൂറത്താണ് അൽ കഹ്ഫ്, അല്ലേ? അൽ കഹ്ഫ് സൂറത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു നായുണ്ട്. ആ നായ നാളെ സ്വർഗത്തിലാണ്. 7 മഹാന്മാരായ ഔലിയാക്കൾ, അവർ ശംസുലമയെ പോലെ പഠിച്ച് വളർന്ന ഔലിയാക്കളായവരല്ല. അവർക്ക് ഇൽമില്ല, അവർ കർഷകന്മാരാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇത് ശരിയല്ല, ഈ രാജാവിന്റെ ഈ കളി ശരിയല്ല എന്ന അഹന്തക്കെതിരെ സടകുടഞ്ഞെഴുന്നേറ്റ് ഒരു പിടി ചെറുപ്പക്കാരാ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രത്യേക വികാര ചാലക ശക്തി കൊണ്ട് നന്മയിലേക്ക് സടകുടഞ്ഞെഴുന്നേറ്റ ആ മഹാന്മാരായ 7 ആളുകൾക്ക് വേണ്ടി പടച്ചവന് സൂര്യന്റെ ചലനത്തിന്റെ ദിശ പോലും ഇത്തിരി മാറ്റി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഘടന അള്ളാഹു തെറ്റിച്ചു കളഞ്ഞു. ഇവരെക്കാളൊക്കെ എത്രയോ മേലെയാണ് ശംസുലമയും കണീദ്. കേട്ടില്ലേ സഹോദരങ്ങളെ? ഉളുപ്പും ലജ്ജയില്ലാതെ വിളിച്ചു പറയണേ. ആരാ അസ്ഹാബുൽ കഹ്ഫ്? അള്ളാഹ് പറഞ്ഞത് അവർ ഔലിയാക്കളാന്നുള്ളത്. 7 ഗുഹാവാസികൾ അവർ അള്ളാന്റെ ഔലിയാക്കളാന്ന് അള്ളാഹ് പറഞ്ഞതാ. അവരെക്കാട്ടി മുകളിലാണ് ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും. അതാര് പറഞ്ഞു? സമസ്തക്കാർ പറഞ്ഞു, ഇളപ്പോള്ള മൊയ്ന്തകൾ പറഞ്ഞു. ഒരാള് വലിയാണോ അല്ലേന്ന് തീരുമാനിക്കൽ ആരോടോ? നിങ്ങളെ മുഷാവറ കൂടിയിട്ടാ തീരുമാനിക്കല് തന്നെ.
നിങ്ങൾക്ക് അങ്ങനെ കുറെ പരിപാടി ഉണ്ടല്ലോ. നിങ്ങൾ മുഷാവറ കൂടി തീരുമാനിച്ച ഔലിയാക്കള് AP ഗ്രൂപ്പിന്റെ മുഷാവർക്ക് ഔലിയാക്കളല്ല. AP ഗ്രൂപ്പ് മുഷാവറ കൂടി തീരുമാനിച്ച ഔലിയാക്കൾ നിങ്ങളെ ഭാഷയിൽ തനി തമ്മാടികളാണ്. ഒക്കെ നമ്മളെയൊക്കെ ക്ലിപ്പുണ്ട്. അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കുക. ഓരോരുത്തരെ വിലായത്തെ പട്ടം കൊടുക്കലും നിങ്ങൾ തന്നെ, അത് ഊരിലും നിങ്ങൾ തന്നെ. സഹോദരങ്ങളെ വെറുതെ പറയല്ലത്. AP ഗ്രൂപ്പുകാരെ ഔലിയായി തലയിലേറ്റി ആദരിച്ച് കൊണ്ടുനടക്കുന്ന ഒരാളുണ്ട്, കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി. കേട്ടോളി. ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളും കാന്തപുര ഉസ്താദും കാസർഗോഡ് കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി അവരുടെ വീട്ടിൽ മൗലിദിന് പോവാണ്. ഉസ്താദ് അവർ മർക്കസിന്ന് വണ്ടി കയറി. ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങള് അവേലത്തുനിന്ന് കയറി നേരെ വിട്ടു ചെറുവണ്ണൂർ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി തങ്ങളെ കൂട്ടിയിട്ട് അവര് മൗലിദിന് പോവാണ് കോട്ടിക്കുളത്തേക്ക്. മുഹമ്മദ് ഹാജി തങ്ങളെയും കൂട്ടി കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരിയുടെ മൗലിദിന് പോവാണ്. കോട്ടിക്കുളം ഉസ്താദ് എന്ന് പറയുന്ന സൂഫി സാത്വികൻ ആള് കുറച്ച് ഗൗരവക്കാരനാണ്. ആ വ്യക്തിയുടെ ചില പദപ്രയോഗങ്ങൾ കുറച്ചു കണിശമാണ്. കോട്ടിക്കുളത്തെ ചീത്ത പറയുന്നവരുണ്ട് പലരും, ആ വലിയ മനുഷ്യനെ ആക്ഷേപിക്കുന്നവരുണ്ട് പലരും. അവരൊക്കെ അറിയണം, കോട്ടിക്കുളത്തിന്റെ വീട്ടിൽ മൗലിദ് ഓതാൻ പോകുന്നത് നാട്ടിലെ മൊല്ലയല്ല. മൗലിദ് ചെല്ലാൻ പോണത് ആരാണ്? മമ്മദാജി തങ്ങളാണ്, അവേലത്തെ തങ്ങളാണ്. അവരെയൊക്കെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടി മൗലിദ് നടത്തിയ ബഹുമാനപ്പെട്ട കോട്ടിക്കുളവും കനമുള്ള ആള് തന്നെ. ഓ, കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി പേര് കേട്ടാൽ തന്നെ അറിയാം ഔലിയാണെന്നുള്ളത്. അണ്ണാക്ക് കൊള്ളാൻ മാത്രമുള്ള പേരൊക്കെ ഉണ്ട്. സാധാരണ പോലെ ഔലിയാക്കള് പേരിന്റെ മാറിയല്ല. സാധാരണ എന്താ ഉണ്ടാവല്? അന്ത്രു, കോന്ത്രു, മമ്മു, കോമു, കോയ, വായ, ഈ വക എരണം കെട്ട പേരാണ് സാധാരണ പോലെ ഔലിയാക്കൾക്ക് ഉണ്ടാവല്. ഇത് അത്യാവശ്യം നല്ല റേഞ്ചുള്ള പേരാണ്, കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി റാ. അപ്പൊ ഈ കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി റാന്റെ പേരേക്ക് മൗലൂദിന് പോയി. ആരൊക്കെ? നാട്ടിലുള്ള ഒരു സാധാ മൊല്ലല്ല, മൊല്ലമാരുടെയും മൊല്ലമാരായ കാന്തപുരം അബൂബക്കർ മൊയ്ലിയാരും അവേലത്ത് തങ്ങളും പിന്നെ മടവൂരിന്റെ ഷെയ്ഖായ വടകര മമ്മദാജി തങ്ങളും, ഈ മൂന്നാളും പറയണ കോട്ടിക്കുളത്തിന്റെ പോരേക്ക് മൗലൂദിന് പോയത്. അപ്പൊ ആള് നിസ്സാരക്കാരനല്ല, കനമുള്ള ആളാണ്. എന്താണ് കനം? 5 കിൻഡൽ വെയിറ്റ് ഉണ്ട് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. മഹാനവറുകളാണ്, സൂഫി സാത്വികനാണ്, ഔലിയാണ്. അതുകൊണ്ട് പോലും കോട്ടിക്കുളത്തിനെ വിശേഷിപ്പിക്കൽ എന്താ അറിയോ? കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി ബ്രാക്കറ്റിൽ റാ. റാ എന്ന് പറഞ്ഞാല് റളിയല്ലാഹു അൻഹു. എന്നാൽ ഈ റാന ഈക്കക്കാരന്റെ വായിക്കൽ അറിയോ? റളിയല്ലാഹു അൻഹു എന്നല്ല, റാസ്കൾ എന്നാണ്. തമ്മാടി ആഭാസൻ. വെറുതെ പറയല്ല, കേട്ടുവെക്കി. ഷെയ്ഖുനാന്റെ വീട്ടിലേക്ക് ഒരിക്കലും കത്ത് വന്നു. എന്താ കത്ത്? കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരിയാണ് കത്ത് തന്നത്. അദ്ദേഹത്തിന്റെ ആളുകള് നിന്നെ കൊല്ലാൻ 2000 രൂപ മതി എന്നെ. അന്നിന് വലിയ സംഖ്യ കേട്ടോ, 2000 33 കൊല്ലം മുമ്പാണല്ലോ. 2000 രൂപ മതി എന്നെ കൊല്ലാൻ കേട്ടോ. ഖാദിരി ആരാണെന്നറിയോ? ബോംബെ ദാതാക്കളിടയിൽ വളർന്ന ആളാണ്, സൂക്ഷിച്ചോ. ഷെയ്ഖുനാൻ ആദ്യം എനിക്കന്ന് കത്ത് വരല്, ഞാൻ എന്റെ പവറും അറിയാലോ കേട്ടോ. വളംസാനെ കൊണ്ടൊക്കെ കിട്ടിയൊരു നേട്ടാണ്. ഞാൻ ആദ്യം അവിടെ കൊണ്ടുപോകണത് മൂപ്പരാ. എനിക്ക് കത്ത് വരല അന്ന് അവിടെയാ, ഷെയ്ഖുനാന്റെ വീട്ടിലേക്ക്. പോസ്റ്റ്മാൻ എനിക്ക് കത്തുകൊണ്ട് ഷെയ്ഖുനാന്റെ ഉള്ളിൽ നേരത്തെ വായിച്ചിട്ടുണ്ടാവും. കത്ത് കയറി വായിച്ചു നോക്കി. ഷെയ്ഖുനാനെ വിളിപ്പിച്ചു. ഇവിടെ വേണോ, എനിക്കൊരു കത്ത് വന്നേന്, ഇതിലുണ്ട് 2000 ഉറുപ്പ്യ മതി എന്നെ കൊല്ലാൻ. കോട്ടിക്കുളം ഖാദിരി ആരാണെന്നറിയാമോ? അയാള് ബോംബെ ദാതാക്കളിടയിൽ വളർന്ന ആളാണ്. അപ്പൊ തമ്മാടിയാണെന്ന് അതിന്റെ അർത്ഥം. ബോംബെ ദാദ എന്ന് പറഞ്ഞാൽ തനി ഗുരുത്തം കെട്ടവനാ. ആളെ കൊല്ലാൻ 100 ഉറുപ്പ്യ മതി. ഒരു ഷെയ്ഖിനെ സംബന്ധിച്ച് അവർ എഴുതിയത്, സൂക്ഷിച്ചോ. കേട്ടില്ലേ? ഏപിക്കാര് റാ എന്ന് പറഞ്ഞ് ആദരിക്കുന്ന, റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് ആദരിക്കുന്ന കനമുള്ള ആളാണ്, സൂഫി സാത്വികനാണ് എന്നൊക്കെ പറഞ്ഞ ഈ കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരിനെ കുറിച്ചാണ് ഈ പറയണത്. ബോംബെ ദാതാക്കളടിയിൽ ഭയങ്കര ബന്ധമുള്ള ആളാണ്, ആഭാസനാണ്, തമ്മാടിയാണ്. ഇതല്ലേ നിങ്ങളെ ഔലിയാക്കളെ കഥ? ഏപിക്കാര് മുഷാവറ കൂടി തീരുമാനിച്ച ഔലിയാക്കൾ നിങ്ങൾക്ക് തമ്മാടികള്. ഇങ്ങളെ ഔലിയാക്കളെ ഏപിക്കാരെ അംഗീകരിക്കൂല. ഇതല്ലോ നിങ്ങളെ വിലായത്തിന്റെ കഥ അല്ലേ? ഇതല്ലേ അതിന്റെ കോലം? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് പോലെ കറാമത്തിന്റെയും വിലായത്തിന്റെ ഒക്കെ കോലം. ഇതിങ്ങനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും സംഘടനാ അടിസ്ഥാനത്തിലൊക്കെയാണ് കറാമത്തും വിലായത്തും കൊടുക്കലും ഊരിലൊക്കെ. അപ്പൊ അസ്ഹാബുൽ കഹ്ഫിനെക്കാളും വലിയ മഹാന്മാരായ E.K. അബൂബക്കർ മുസ്ലിയാരും കണ്യത്ത് അഹ്മദ് മുസ്ലിയാരും നയിച്ച പ്രസ്ഥാനം ഈ സമസ്ത. സിറാത്തുൽ മുസ്തഖീം എന്ന് റസൂല് പറഞ്ഞതാണ് ഈ സമസ്ത. ഇത് എന്തിനുണ്ടാക്കിയതാ? കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, വിധ്വംസക പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, ചിത്രതക്കും വേണ്ടി ഉണ്ടാക്കിയതല്ല, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. പിന്നെ എന്തിനുണ്ടാക്കിയതാ? അള്ളാഹ്ക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത്രയും കാലം പറഞ്ഞതോ ഇത് മഹാന്മാർക്കും വേണ്ടി ഉണ്ടാക്കിയതാ. മഹാന്മാരിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മൊയ്തീൻ ശേഖനെ വിളിച്ച് അട്ടഹസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അത്രയും കാലം പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, വിധ്വംസക പ്രവർത്തനത്തിന് ഉണ്ടാക്കിയതല്ല, ചിത്രതക്ക് ഉണ്ടാക്കിയതല്ല, കുഴപ്പത്തിന് ഉണ്ടാക്കിയതല്ല, കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇത് മാത്രമേ അതിലുള്ളൂ, വേറെ ഒന്നുമില്ല.
അതളപ്പം നടക്കുന്ന ഈ തമ്മിത്തല്ലിന്റെ അടിസ്ഥാനം. ഏതായാലും ഈ അസ്ഹാബുൽ കഹ്ഫിനെക്കാളും വലിയ മഹാനായ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഉണ്ടല്ലോ, ആ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മരിച്ചിട്ടില്ല, ഇന്നും പല കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് അവരുടെ വാദം. നിങ്ങൾ വിചാരിച്ച ആളല്ല ശൈഖുനാ ശംസുൽ ഉലമ. വേറെയുള്ള വെള്ളക്കുപ്പായം തലീക്കെട്ട് നോക്കിയിട്ട് ഈ മനുഷ്യനെ കുറ്റം പറഞ്ഞാൽ ദുനിയാവ് ആഖിറത്ത് നഷ്ടപ്പെടും. അതാണ് ഈ പറഞ്ഞ മാന. ഭാഗ്യം ഭംഗീസും വലിപ്പത്തിലൊക്കെ പലർക്കും ഉണ്ടാകാം. അതല്ല ഇയാള് ആള് വേറെയാണ്. ഇയാൾ ആള് വേറെയാണ്. അത് വലിയ ആളാണ്. ആ ആളോട് നമ്മൾ എതിർക്കാൻ പാടില്ല. ആളെ അസ്റിന്റെ ആളായിരിക്കും. അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളെ ബാപ്പാർക്ക് അല്ലാഹു തആല കൊടുത്ത തൗഫീഖാണ്. അത് നമ്മളെ വലിയാപ്പാന്റെ ബർക്കത്തായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇതായി പെരുവണ മഹല്ല് ശൈഖുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയി അവർ വഫാത്തായതിനു ശേഷമാണെങ്കിലും അള്ളാഹു ഒരു പ്രത്യേക തൗഫീഖ് ഈ നാട്ടിന് തെരഞ്ഞെടുത്ത് കിട്ടി. അതിനെന്താ കാരണം? അള്ളാഹു അലം എനിക്കറിയൂല. ഇവിടെ നടന്ന ഒരു പ്രമാദമായ വിഷയത്തിൽ എന്നോട് ഞാൻ പല ആളുകളും പ്രസംഗിക്കുന്നു, എൻ്റെ ലേഖനം എഴുത്തൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു പ്രമാദമായ വിഷയത്തിൽ വഫാത്തിന് ശേഷം അതിൽ വക്കീലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആര്? അല്ലേ? സത്യം തന്നെയല്ലേ? ശൈഖുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹ് അല്ലെ? അങ്ങനെ ഉണ്ടല്ലോ. അതിന് എത്രയോ മഹല്ലുകൾ, ഇവിടെ പല മഹല്ലുകളിലും വിധി തീർപ്പ് നടക്കാത്ത വിഷയങ്ങൾ പല മഹല്ലിലും കേരളത്തിൽ ഉണ്ടായിട്ട് അവിടെ ഒന്നും ഇടപെടാതെ എന്തിനാ ഇവിടെ ഇടപെട്ടു? അതെന്തോ ഈ നാട്ടിന് നന്മ ഉണ്ടെന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ചിലപ്പോൾ ഇവിടെ കിടക്കണ ഏതോ വലിയന്റെ മാത്രമായിരിക്കും. ഔലിയാക്കന്മാരൊക്കെ ഒന്നാണ്. അവരെ എല്ലിനെ കണ്ടുമുട്ടുമ്പോ പറയും ഈ എങ്ങളതിലും നടപടി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവര് മരിച്ചിട്ടില്ല, മരിക്കൂല. അവരവിടെ ഉണ്ട്, അവരവിടെ പണിയെടുക്കുന്നുണ്ട്. അവരാ മനസ്സിലായി. അവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ സർക്കിളിലുണ്ട്. അവരെ യോഗവും മീറ്റിങ്ങും ഹബീബിന്റെ പരിസരത്ത് നടക്കുന്നുണ്ട്. അവരിവിടെ കാര്യം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ വന്ന് ഇന്ന വലിയ പറയും, ആ നാട്ടുകാരനായ വലിയ പറയും, ഇവിടെ ഇന്ന മറവ് ചെയ്ത നാട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ അതിൽ നടപടി. അപ്പൊ അള്ളാഹു തആല പ്രത്യേക സൗഫീഖും സമ്മതം കൊടുക്കും. അത് തസറുഫിന് അധികാരമാണ്. മരിച്ചിട്ട് ഇടപെടും. കേട്ടില്ലേ? അപ്പൊ നിങ്ങൾ വിചാരിച്ച ആളല്ല ശംസുൽ ഉലമ. പിന്നെ ആരാണ്? അത് വലിയ ആളാണ്. മൂപ്പര് മരിച്ചു പോയിട്ടൊന്നുമില്ല. ഇവിടുന്ന് തൽക്കാലം ബർസഖി ലോകത്തേക്ക് ഒന്ന് ട്രാൻസ്ഫർ ആയി പോയതാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും മൂപ്പര് ഇടപെട്ടിട്ടുണ്ട്. ഈ പ്രസംഗിക്കുന്ന മഹല്ലില് പ്രമാദമായ ഒരു കേസില് മരിച്ചതിന് ശേഷം ശംസുൽ ഉലമ വന്നിട്ട് വക്കീലിന് പോയിന്റ് പറഞ്ഞു കൊടുത്തു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ആ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ശംസുൽ ഉലമ അടക്കമുള്ള സമസ്തന്റെ മരിച്ചുപോയ മുൻഗാമികളായ ആൾക്കാരുണ്ടല്ലോ, കണ്ണിയത്ത് ശംസുൽ ഉലമ, വരക്കൽ മുല്ലക്കോയ തങ്ങള്, അങ്ങനെ കെ.ടി. മുസ്ലിയാര്, ചെറുശ്ശേരി, ഇവിടുന്ന് ഈ അടുത്ത കാലത്തൊക്കെ മരിച്ചുപോയ ഔലിയാക്കളാണല്ലോ. ഇവരൊക്കെ പാടെ അവിടെ യോഗം മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇനി അവിടെ വല്ല ഇറങ്ങിപ്പോക്കും, ഷോക്കോസ് നോട്ടീസ് കൊടുക്കലും ഉറങ്ങിപ്പോക്കൊക്കെ നടക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ആ മീറ്റിംഗിൽ ഇവരൊക്കെ പാടെ ഇങ്ങനെ കൂടിക്കാട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ പാടെ പറയും ശംസുൽ ഉലമ നമ്മുടെ നാട്ടിൽ ഇനി പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ നടപടി അറിയും. അപ്പൊ മറ്റേ ആൾ പറയും ശംസുൽ ഉലമ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ നടപടി. മുപ്പര് ഇടപെടല്. പക്ഷെ ഇടപെടേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ പൊരിഞ്ഞ അടി നടന്നുകൊണ്ട് അവിടെ മുഷാവറയില് അതിക്ക് ശംസുൽ ഉലമ വരുന്നില്ല. മൂപ്പര് മരിച്ചിട്ടുമില്ല, ജീവനോടുണ്ട്, എല്ലാ കാര്യത്തിലും ഇടപെടും. ഇന്നും സമസ്തനെ നിയന്ത്രിക്കുന്ന മൂപ്പരാണേനും മൂപ്പരും കണ്ട് വരുന്നില്ല. ഇനി മൂപ്പർക്കേറ്റ അടി കിട്ടുന്നു പേടിച്ചിട്ട് മൂപ്പര് വരാതിരിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇവർക്ക് അങ്ങനെ ഉണ്ട്, വലുപ്പ ചെറുപ്പമൊന്നും ഉണ്ടാവില്ല. ഇവര് തെറ്റിക്കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുലഭ്യങ്ങൾ ഇതിലിടാൻ കൊള്ളൂല. അത്രത്തോളം തോന്നിയാസങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ശംസുൽ ഉലമയാണ്, മറ്റേ ഉലമയാണ്, മറിച്ച ഉലമയാണ് നോട്ടം വിൽക്കണ്ടല്ലോ. കരണം നോക്കി പൊട്ടിക്കും ചിലപ്പോൾ. അത് പേടിച്ചിട്ട് മൂപ്പര് വരാതിരിക്കും ചിലപ്പോ, പറയാൻ പറ്റൂല. ഞാൻ അത് വെറുതെ പറയല്ല. ഇവര് തമ്മിൽ തെറ്റിക്കഴിഞ്ഞാല് ഇവര് ശംസുൽ ഉലമയൊന്നും നോക്കൂല, അള്ളാന്റെ ഔലിയൊന്നും നോക്കൂല, അസ്ഹാബുൽ കഹ്ഫിനെക്കാട്ടും വലിയ മുന്തിയ ആളാന്നും നോക്കൂല, കറാമത്തിന്റെ ഉടമയൊന്നും നോക്കൂല. ഇവര് തൊള്ളി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കേട്ടോളി. മഹാനായ ശംസുൽ ഉലമയെ ഗദ്ദ എന്ന് വിളിക്കുകയില്ല. ഈ കഴുതയോട് ചോദിച്ചു നോക്കുക, ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ശൈഖ് റബ്ബിയുടെ സംസ്കാരം തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ സംസ്കാരത്തെ കുറിച്ച് നമുക്ക് പറയാനില്ലല്ലോ. ഇതെന്താ സംഭവം എന്നറിയോ? ഈ നൂർഷാ ത്വരീഖത്ത് ശൈത്താനിയത്ത് ഉണ്ടായിരുന്നല്ലോ, ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. അതിനെ കേരളത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തത് സമസ്തക്കാരാട്ടോ. ആ കാലത്ത് അന്ന് നൂർഷൻ അംഗീകരിക്കാത്തവന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണെന്ന് പറഞ്ഞു കുറെ കാലം. അങ്ങനെ നൂർഷൻ അങ്ങനെ തലയേറ്റി നടന്നു. പിന്നെ പോലെ നൂർഷാ ത്വരീഖത്തിനെ തള്ളിപ്പറഞ്ഞപ്പോ നൂർഷാ ത്വരീഖത്തിന്റെ ഷെയ്ഖായ മുറബിയായ ഷെയ്ഖ് ശംസുൽ ഉലമനെ വിശേഷിപ്പിച്ചതാണ് ഗദ്ദ, കഴുതാന്ന്. മനസ്സിലായോ? ഇത്രയുള്ള ചങ്ങായിമാരെ ഇവരെ ഔലിയാക്കളോടുള്ള ബഹുമാനം ആദരവൊക്കെ, വഹാബികൾ ഔലിയാക്കളോട് ബഹുമാനം ഇല്ലാത്തവരെ നിങ്ങൾ വിളിച്ചു പറയണ്ടല്ലോ. ഇവർക്ക് വല്ല ബഹുമാനം ഉണ്ടോ? ഇവർ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ വിലായത്തൊക്കെ പേര് ചവിട്ടി പുറത്താക്കും, നീക്കും ഒക്കെ ചെയ്യും. ഗദ്ദാന്നാ വിളിച്ചത് ശംസുൽ ഉലമന. ഏത് ശംസുൽ ഉലമ? അസ്ഹാബുൽ കഹ്ഫിന്റെ മുകളിൽ നിൽക്കുന്ന ശംസുൽ ഉലമ.
മാത്രമല്ല ഈ ഭൂമിയിൽ ഒരാളെ വിലായത്ത് നീക്കാൻ പോലും മൂപ്പർക്ക് അധികാരം ഉണ്ടെന്നാ പറഞ്ഞത്. കേട്ടോളി. ശൈഖുനാ ശംസുൽ ഉലമയോട് കളിച്ചാൽ വലിയല്ലാതെയാവും. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല, നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ. ശൈഖുനാ ശംസുൽ ഉലമയോട് ഏത് വിഭാഗത്തിൽപ്പെട്ടവൻ കളിച്ചാലും, ഏത് വിഭാഗം എന്ന് പറയണ്ട, സുന്നി വിഭാഗത്തിലല്ലേ വിലായത്ത് തന്നെ അഭിപ്രായമുള്ളൂ. മറ്റൊരു എന്ത് വലിയ നഹ്നുരിജാൽ ബഹുമിരിജാൽ. ശൈഖുനാ ശംസുൽ ഉലമ ഒരു സാധാരണ മഹാനല്ല. അവർക്ക് വലിയന്റെ വിലായത്തിന്റെ പട്ടം നീക്കാൻ അധികാരമുണ്ട്. അവരോട് കളിച്ചാൽ വലിയല്ലാതെയാവും. ശൈഖുനാ ശംസുൽ ഉലമ മൂപ്പർക്ക് ഒരു വലിയന്റെ വിലായത്ത് പട്ടം നീക്കാൻ അധികാരമുണ്ട്. മൂപ്പരോട് കളിച്ചാൽ നിൽക്കണ്ട, കളി പഠിപ്പിക്കും. ഇത് വഹാബികളോടല്ല, കാരണം വഹാബിയൊക്കെ അതല്ല, ഔലിയാക്കളില്ലല്ലോ. ഈ സമസ്തക്കാര് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈ കള്ള ഔലിയാക്കളൊന്നും പേര് നടക്കുന്ന സ്വഭാവം വഹാബികൾക്കില്ലല്ലോ. അപ്പൊ ഇവരൊക്കെ പേര് നടക്കുന്ന ആൾക്കാരാരാണ്? സമസ്തക്കാര്. ഓരോടാണ് താക്കിയത്? ശംസുൽ ഉലമനോട് കളിക്കണ്ട, കാരണം മൂപ്പർക്കൊരു വലിയന്റെ വിലായത്ത് പട്ടം നീക്കാനുള്ള അധികാരമുണ്ട്. ആ ശംസുൽ ഉലമനാണ് ഗദ്ദാന്ന് വിളിച്ചത്, കൈതാന്ന് വിളിച്ചത്. മനസ്സിലായോ? ഇത്രയുള്ള പോലെ ഔലിയാക്കറുള്ള സ്നേഹം. ഒരു വലിയന്റെ വിലായത്ത് പട്ടം നീക്കാനും അത് കൊടുക്കാനും അധികാരം ഈക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ദീൻ ഏതാടോ? നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം ഏതാടോ? ഒരുത്തം വലിയാണോ അല്ലേ തീരുമാനിക്കൽ ആരാ? അല്ലാണ്. ഇവിടെ ഒരുത്തം വലിയ സുജായി ആയിട്ട് ഇങ്ങനെ നടക്കുക, ഞാൻ ഔലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ ഏറ്റിക്കൊണ്ട് നടക്കാൻ കുറച്ച് കുഞ്ഞാപ്പോളും ഒരു 10 അക്കടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഷെഡിന്റെ പുറത്തൊരു ബനിയാന്, അതിന്റെ പുറത്തൊരു തുണി, തുണിന്റെ പുറത്തൊരു ജുബ്ബ, തലയിലൊരു തൊപ്പി, തൊപ്പിന്റെ മുകളിൽ ഒരു തരികെട്ട്, തോളിലൊരു പച്ച ഷാള്, കൈക്ക് വേറൊരു ഷാള്, ഇങ്ങനെ 10-15 ആൾക്കാർക്ക് ഇടാനുള്ള ഡ്രസ്സ് ഒരുത്തം മാത്രം ഇട്ടുകൊണ്ട് വലിയ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. മഹാനവർകൾ ഭയങ്കര നിസ്കാരക്കാരനാണ്, എപ്പോഴും നിസ്കാരം, എപ്പോഴും നോമ്പില്ലാത്ത ദിവസമല്ല, എല്ലാ പരിപാടി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിലോ ഓൻ വലിയ നിങ്ങൾ അങ്ങനെ അംഗീകരിക്കുക? ഓന്റെ മനസ്സ് തുറന്നു നോക്കാനുള്ള അധികാരങ്ങൾക്കുണ്ടോ? ഒരു അടിമയുടെ പ്രവർത്തനം വിലയിരുത്തി വലിയാണോ അല്ലേ തീരുമാനിക്കലേ അള്ളയാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കുമല്ലോ അള്ള ഒരാളെ വലിയാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ അള്ള വലിയാക്കിയ ഒരാളുടെ വിലായത്ത് പട്ടം നീക്കാൻ ഈക്കൊക്കെ അധികാരം ഉണ്ട് എന്ന് പറയുമ്പോ അള്ളാന്റെ മുകളിലോട് ഈക്ക് തന്നെ എന്താ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്? ആയിക്കോട്ടെ, നിങ്ങളാണ് മുണുങ്ങിക്കോളി, ഈക്ക് അങ്ങനത്തെ ഒരാളൊക്കെയാണെന്നുള്ളത്. പക്ഷെ നിങ്ങളേലും മുണുങ്ങണ്ടേ? ഈ ഈക്കനെ പറ്റിയല്ലേ ഗദ്ദ, കഴുത എന്ന് നിങ്ങൾ ഒരുപാട് കാലം തലയിലേറ്റി നടന്ന നൂർഷാ ത്വരീഖത്തിന്റെ ആൾക്കാരെ വിളിച്ചത്? ഇത് നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണത്? എന്നാ ശരി, നൂർഷാ ത്വരീഖത്ത് പേച്ചോലാണ്, അത് സമസ്ത പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുഷാവറ കൂടി തീരുമാനിച്ചിട്ടുണ്ട്, ഓല് പേച്ചോലാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു മുങ്ങാൻ പറ്റും നിങ്ങൾക്ക്? നൂർഷാ ത്വരീഖത്ത് പേച്ചതാ? കേട്ടോളി. അപ്പോൾ സി എം വലിയുള്ളതിൻ്റെ അടുത്ത് പോയി, നൂർഷാ തരീഖത്ത് എങ്ങനെ പറ്റു വെച്ച്. അപ്പോൾ കൊല്ലു തരീഖത്ത് ഞാൻ എല്ലാ തരീഖത്തും സ്വർഗത്തിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആവാം തന്നെ. വാപ്പ കാതിരിയ തരീഖത്തൊക്കെ ഉണ്ട്, അതിനോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവാം തന്നെ. നൂർഷാ തരീഖത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവാം, എല്ലാ തരീഖത്തും സ്വർഗത്തിലാണ്, തരീഖത്തൊക്കെ സ്വർഗത്തിലാണ്. അപ്പൊ അതിനെ എതിർത്തിട്ടില്ല. അന്ന് ഈക്ക സംഘടനയോട് ഈക്ക വന്ന സമയത്ത് ഈക്കനോട് ചോദിച്ചു, അപ്പൊക്കെ പറഞ്ഞാണ്, അതായത് നിങ്ങൾ വിചാരിക്കേണ്ട ശരീഅത്ത് മാത്രമാണ് ദീനി നിങ്ങൾ വിചാരിച്ചോ എന്ന് ചോദിച്ചു. അതിന്റെ ശേഷം ഈ ഉസ്താദ് പറഞ്ഞിട്ടില്ല എന്നാണ് വാപ്പ കേട്ടത്. സംഘടനാ വേദികളിൽ പറയും, അല്ലാതെ ഒറ്റക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല, അല്ലാതെ ഇതിൽ പറയും. ബഹുമാനപ്പെട്ടു പോയ സമസ്തന്റെ ആലിമീങ്ങളെ നിങ്ങൾ കേട്ടോ, നൂർഷാ ത്വരീഖത്ത് പിഴച്ചതല്ല എന്നാണ് മടവൂരിന്റെ വാദം. ഞാൻ അതിലും മേലാരോടോ കേരളത്തിലേക്ക് പറയാന്? നിങ്ങൾ റസൂലിന്റെ അള്ളാന്റെ ഒക്കെ മുകളിലുള്ള മടവൂർ എടുക്കുന്നുണ്ട്. മടവൂർ പറയാണ് നൂർഷാ ത്വരീഖത്ത് പിഴച്ചതല്ല. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല നൂർഷാ ത്വരീഖത്തിന്? ഏത് കാലഘട്ടത്തിൽ അത് പറഞ്ഞത്? ഇവരെ സമസ്ത എന്ന് പറഞ്ഞ സാധനം ഈ നൂർഷാ ത്വരീഖത്തിനെ തലയിലേക്ക് നടന്ന കാലത്തല്ലേ പറഞ്ഞത്? തള്ളി പറഞ്ഞ കാലത്ത്. ഈ അബൂബക്കർ മുസ്ലിയാരെ ഗദ്ദാന്ന് വിളിച്ചില്ലേ, കൈതാന്ന് വിളിച്ചില്ലേ? അതിനുശേഷമാണ് മടവൂർ ഇത് പറയണത് നൂർഷാ ത്വരീഖത്ത് നല്ല ത്വരീഖത്താണ്. ഇപ്പൊ എവിടേക്ക് എത്തിപ്പങ്ങളെ വാദം? ഈ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മഹാനായ വലിയാണ്, ഔലിയാക്കളെ വിലായത്ത് പട്ടം നീക്കാൻ അധികാരമുള്ള ആളാണ്, അസ്ഹാബുൽ കഹ്ഫിന്റെ മോളാണ്, ഈക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നുണ്ട്, മഹാനായ വലിയാണ്, അസുറിന്റെ വലിയാണ് എന്ന് ഒരു ഭാഗത്ത് പറയാ. വേറൊരു ഭാഗത്ത് വേറൊരുത്തം പറയാ ഈ കെ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് കഴുതേണേ. ആ കഴുതേണ എന്ന് പറഞ്ഞ വിഭാഗത്തിനെ കുറിച്ച് പല മുദബ്ബറുല്ലാലും കുത്തുബുല്ലാലും മടവൂര് പറയാ ഓല് നല്ലോലാണ്. ഇപ്പൊ എന്താ കൗമ വിശ്വസിക്കണ്ടി? എന്താണോ നിങ്ങളെ ആദർശം? എന്താ നിങ്ങളെ നിലപാട്? ഏതെങ്കിലും ഒരു വിഷയത്തില് കൃത്യമായൊരു നിലപാട് നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ 10 മൗലവിമാരെ പ്രസംഗം എടുത്താണ് നോക്കിക്കഴിഞ്ഞാൽ കോലാണിപ്പത്. ഒരുമാതിരി കുപ്പിച്ചില്ല് കൂടി വലിച്ച കോണകത്തിന്റെ അവസ്ഥയാണ് ഇപ്പത്. എല്ലായിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് കീറി നാശായി എരപ്പായി. കോണാണോ ചോദിച്ചാൽ കോണാണ്, എടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ എടുക്കാൻ പറ്റും, എന്നാൽ തടഞ്ഞു നിൽക്കേണ്ട സാധനമൊക്കെ തെറിച്ചു നിൽക്കും ചെയ്യും.
അതല്ല ഇപ്പൊ നിങ്ങളെ സമസ്തന്റെ അവസ്ഥ അല്ലേ? ഏതായാലും ഈ സമസ്ത ഉണ്ടല്ലോ, അപ്പൊ ഈ കുപ്പിച്ചില്ലിൽ കൂടി വെച്ച കോണകത്തിന്റെ അവസ്ഥയിലുള്ള ഈ സമസ്തന്റെ ഇന്നത്തെ അവസ്ഥ ബഹുരസാണ്. മഹാന്മാരായ ഔലിയാക്കൾ ഉണ്ടാക്കിയ സമസ്ത, റസൂൽ വന്ന് ആമീൻ പറഞ്ഞ സമസ്ത, ഔലിയാക്കൾ കാലാകാലം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത, ഇന്നും ശംസുൽ ഉലമയും വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത, ആ സമസ്തന്റെ മുഷാവറയിൽ നടക്കുന്ന തോന്നിയാസങ്ങള് കേട്ടോളിങ്ങള്. സമസ്ത മുഷാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇറങ്ങിപ്പോയി. ഉമർ ഫൈസി മുക്കം നടത്തിയ അധിക്ഷേപ പരാമർശത്തെ തുടർന്നാണ് ഈ ഇറങ്ങിപ്പോക്ക്. തുടർന്ന് ഉപാധ്യക്ഷൻ യോഗം പിരിച്ചുവിട്ടു. വിവരങ്ങളുമായി ചേരുന്നത് ഷാജഹാനാണ്. ഷാജഹാൻ, സമസ്ത മുഷാവറ യോഗത്തിൽ നിന്ന് അധ്യക്ഷന് തന്നെ ഇറങ്ങിപ്പോയേണ്ട ഒരു അവസ്ഥ അതെങ്ങനെയുണ്ടായി? വലിയ പൊട്ടിത്തെറിയാണ് സമസ്തയിലുണ്ടായിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട്ട് ചേർന്ന മുഷാവറ യോഗത്തിനിടയിലാണ് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തനിക്കും മറ്റു അംഗങ്ങൾക്കുമെതിരായിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തിന്റെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധിച്ച് എന്നാൽ നിങ്ങൾ തന്നെ യോഗം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടും തുടക്കത്തിന്റെ യോഗത്തിന്റെ ആമുഖമായിട്ട് ഉമർ ഫൈസി മുക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം മാറി നിൽക്കണമെന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സമസ്തയുടെ അധ്യക്ഷൻ പറഞ്ഞിരുന്നു. പിന്നീട് ഏതാണ്ട് ഒരു മണിക്കൂറോളം മറ്റ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് CAC ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റും ചർച്ച ചെയ്തു. അതിനുശേഷം ഉമർ ഫൈസി മുക്കവുമായി ബന്ധപ്പെട്ട് ഉമർ ഫൈസി മുക്കം ഉന്നയിച്ചിട്ടുള്ള പരാമർശങ്ങൾ, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾക്കെതിരെ ഉന്നയിച്ച പരാമർശങ്ങൾ, കാസിയാകാൻ യോഗ്യതയില്ലാത്ത ആളുകൾ കാസിയാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തുടർച്ചയായി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള, ഉന്നയിക്കപ്പെട്ട ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ ഏതാണ്ട് യോഗം തുടങ്ങി 1.5 മണിക്കൂറിന് ശേഷമാണ് ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഉമർ ഫൈസിയോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഉമർ ഫൈസി കൂട്ടാക്കാൻ തയ്യാറായില്ല. തുടർന്ന് മറ്റ് അംഗങ്ങളും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ സാഹചര്യത്തിൽ താങ്കൾ യോഗത്തിൽ നിന്ന് മാറി നിൽക്കണം, യോഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം, കാരണം താങ്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ട് നിഷ്പക്ഷമായ ഒരു ചർച്ച നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അധിക്ഷേപകരമായി കള്ളന്മാരെന്നും മറ്റും പ്രയോഗിച്ചുകൊണ്ട് ഒരു പദപ്രയോഗം നടത്തി. ആ പദപ്രയോഗം നടത്തിയതാണ് ജിഫ്രി തങ്ങളെ ചൊടിപ്പിച്ചത്. ജിഫ്രി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ യോഗം നടത്തൂ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വിവാദ വിഷയങ്ങളെല്ലാം പിന്നീട് ഒരു യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും ഉമർ ഫൈസി മുക്കം ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തി. ആ പരാമർശങ്ങളാണ് തങ്ങളെ ചൊടിപ്പിച്ചത്. ചുരുക്കത്തിൽ ഈ ഉമർ ഫൈസി മുക്കം നടത്തിയിട്ടുള്ള ഈ പരാമർശം കൃത്യമായിട്ടും ലീഗ് വിരുദ്ധ ചേരിക്ക് വേണ്ടി അദ്ദേഹം വളരെ കൃത്യമായിട്ട് കരുക്കൾ നീക്കുന്നു എന്നുള്ള തരത്തിലുള്ള സൂചന ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു CPM അനുകൂലിയാണ് എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങൾ സമസ്തയ്ക്കകത്ത് പോലും ഉയർന്നിരുന്നു. ഒരുപക്ഷെ സമസ്ത അധ്യക്ഷനെ പോലും കടന്നാക്രമിച്ച് അദ്ദേഹം സംസാരിച്ചു. സമസ്തയിലെ മുഷാവറയിലെ അംഗങ്ങളെയാണ് അദ്ദേഹം കള്ളന്മാരെന്ന് വിശേഷിപ്പിച്ചത്. അതിൽ ഞാനും പെടുമല്ലോ എന്നാണ് പാണക്കാട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമസ്തയ്ക്കകത്ത് ഒരു വലിയ പൊട്ടിത്തെറി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം സമസ്ത ഒറ്റക്കെട്ടായി പോകുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ സമസ്തയ്ക്കകത്ത് CPMന്റെ അടക്കം കൈകടത്തലുകൾ ഉണ്ടായി എന്ന തരത്തിൽ ലീഗ് പലതരത്തിലും പറഞ്ഞിരുന്നു. സമസ്തയിൽ ലീഗിന്റെ സ്ലീപ്പിംഗ് സെൽ എന്നൊക്കെ KM ഷാജി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ഏതായാലും ഉമർ ഫൈസിയാണ് ആ സ്ലീപ്പിംഗ് സെൽ എന്നുള്ള ആരോപണമാണ് നേരത്തെ ഉയർത്തപ്പെട്ടിരുന്നത്. ഉമർ ഫൈസി മുക്കത്തിനെതിരെ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ലീഗ് വിരുദ്ധ നിലപാടുകൾക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് സമസ്തയ്ക്കുള്ളിലെ ലീഗ് അനുകൂലികൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഉമർ ഫൈസി മുക്കത്തിനെ പലപ്പോഴും ചേർത്ത് പിടിച്ചത് ഇദ്ദേഹത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആ ഒരു നിലപാടുകളും കൂടിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ തന്നെ ഉമർ ഫൈസി മുക്കം തിരിയുമ്പോൾ ഇനി അത്തരത്തിലൊരു പിന്തുണ ജിഫ്രി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഉമർ ഫൈസി മുക്കത്തിനെതിരെ വരും ദിവസങ്ങളിൽ ഒരു കടുത്ത നടപടിക്കല്ലേ സാധ്യത? തീർച്ചയായിട്ടും ഉമർ ഫൈസി മുക്കം അല്പം പരിധി വിട്ട് സമസ്ത അധ്യക്ഷനെ തന്നെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിനു മുമ്പ് ഉമർ ഫൈസി മുക്കം CPMന്റെ യോഗങ്ങളടക്കം പോവുകയും തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ തന്നെ അത്തരം നിലപാടുകൾ സ്വീകരിച്ചു. പിന്നീട് ലീഗിനെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ലീഗിനെ കൃത്യമായി കടന്നാക്രമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലീഗ് നേതാക്കളെ അടക്കം കൃത്യമായി പരാമർശിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞു. ഏറ്റവും ഒടുവിലായി PMA സലാമിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ നിരന്തരമായി ലീഗിനെതിരെ നിലപാടെടുക്കുകയായിരുന്നു. അപ്പോഴൊക്കെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മൗനം പാലിച്ചിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം ലീഗ് നേതാക്കളുമായി ഉള്ളൊരു മധ്യസ്ഥ ചർച്ച, ലീഗ് നേതാക്കൾ കൂടി പങ്കെടുത്ത ഒരു മധ്യസ്ഥ ചർച്ച നടത്തിയിരുന്നു. അതിൽ ഈ പറയുന്ന ഉമർ ഫൈസിയുടെ ലീഗ് വിരുദ്ധ വിഭാഗം വിട്ടുനിന്നിരുന്നു. ഏതായാലും അന്ന് ഈ ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ നേതാക്കൾ ദാറുൽ ഹുദ ചെമ്മാട് എന്ന് പറയുന്ന സുന്നികളുടെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്, അവിടെ ചെന്ന് ജിഫ്രി തങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ CPMന്റെ ഒരു തൊഴുത്തിലേക്ക് ഉമർ ഫൈസി മുക്കം പല കാര്യങ്ങളെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്നൊക്കെ തന്നെയുള്ള ആക്ഷേപങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. അതിന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മൗനം പാലിക്കരുതെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഇക്കാര്യം ചർച്ച ചെയ്യാമെന്നുള്ള ഉറപ്പ് കൊടുത്തിരുന്നു. ആ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ന് ഈ യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിനിടെയാണ് ഇപ്പോൾ സമസ്തയിൽ കൃത്യമായിട്ടും രണ്ട് ചേരികളായി എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഉമർ ഫൈസി മുക്കത്തിന്റെ ഇടത്തിൽ വലിയ തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നു. അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്ന തരത്തിൽ വന്നിരിക്കുന്നത്.
കേട്ടില്ലേ? ഇതാണ് ഇപ്പൊ നിങ്ങളെ സമസ്തന്റെ അവസ്ഥ. മുഷാവറ കൂടിയതാ, 40 ഔലിയാക്കളാട്ടോ മുഷാവറ ഉള്ളത്. ഔലിയാക്കളെ നേതാവാരപ്പ നിലവില് സയ്യിദുൽ ഉലമ ജിഫ്രിക്കോയ. അപ്പൊ മുഷാവറ കൂടിയ സമയത്ത് ഈ മുക്ക ഉമർ ഫൈസി ഉണ്ടല്ലോ, ഈ ചങ്ങായിനെ കുറിച്ചുള്ള കുറച്ചു കാലമായിട്ടുള്ള പരാതികള്, അയാളെ തലയിലേറ്റിയതും കൊണ്ടുനടന്നതും എല്ലാം ഇയാൾ തന്നെയാണ്. ഈ ജിഫ്രിക്കോയ തന്നെയാണ് അയാളെ വളർത്തി വലുതാക്കിയതൊക്കെ. അത് നമുക്ക് ഇൻഷാല്ലാ വേറെ വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇൻഷാല്ലാ. സമസ്തന്റെ ഇന്നത്തെ അധപ്പതനത്തിന്റെ യഥാർത്ഥ കാരണം ആരാന്നുള്ളതൊക്കെ നമ്മൾ വരുന്നുണ്ട് ഇൻഷാല്ലാ. ഏതായാലും മുഷാവറ കൂടിയ സമയത്ത് ഇയാളെ കുറിച്ചുള്ള പരാതി ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അയാളോടൊന്ന് മാറിക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? സയ്യിദുൽ ഉലമ, ഉലമാക്കളെ നേതാവ്. സയ്യിദുൽ ഉലമൊക്കെ കൗമനല്ലേ, അന്തല്ലാത്ത അനുയായികൾക്കല്ലേ. ഞങ്ങൾക്ക് എന്തോ സയ്യിദുൽ ഉലമ എന്ന നിലപാടിലാണ് മറ്റാൾക്കാര്. അപ്പൊ മാറിക്കാൻ പറയുമ്പോൾ കേട്ടില്ല. നേതാവിനെ അനുസരിക്കുന്ന, അച്ചടക്കമുള്ള സയ്യിദന്മാരെ അനുസരിക്കുന്ന അനുയായിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ശരി ഉസ്താദെ, നിങ്ങൾ ചർച്ച ചെയ്തോളി, എന്റെ ഭാഗം ക്ലിയർ ആണ്, ഞാൻ മാറുന്നു എന്ന് പറയല്ല വേണ്ടത്. അതിന് പകരം ഇയാള് നിങ്ങളൊക്കെ കള്ളന്മാരാണ് അറിഞ്ഞു. ആയിക്കോട്ടെ, ഒരിക്കലെങ്കിലും സത്യം പറഞ്ഞല്ലോ. എന്തായിക്കോട്ടെ, അതിൽ പ്രതിഷേധിച്ചിട്ട് ഇയാള് ഇറങ്ങിപ്പോയി. ആര്? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി. ഇതാകെ പുകിലായി. കാരണം സാധുക്കളായ അനുയായികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കണം മുഷാവറയിൽ എന്താ ഇപ്പം നടക്കാൻ പോണത്. ഇന്നത്തോടു കൂടി മഞ്ഞുരുകും, എല്ലാവരും പാടെ ചായയും അണ്ടിപ്പരിപ്പും തിന്നിട്ട് ഇങ്ങനെ റാഹത്തായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പുറത്തിറങ്ങുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ പുറത്തിറങ്ങേണ്ട ഒരാൾ മാത്രം ആരാ? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മറ്റേ ആൾ കള്ളെന്ന് വിളിച്ചിട്ട് ഇയാൾ ഇറങ്ങിപ്പോകുന്നതാണ്. ഇത് സാധാരണക്കാരുടെ ഇടയിലും ചാനലായ ചാനലിലും മുഴുവനും ഭോജനങ്ങളുടെ ഇടയിലും മൊത്തം ചർച്ചയായപ്പോ വേറൊരു കളവ് കേട്ടോളി. സമസ്ത മുഷാവറയിൽ നിന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത തള്ളി സമസ്ത. ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. സമയക്കുറവ് മൂലം മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് എന്നാണ് സമസ്ത വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുന്നത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. സമീർ, ഈ മുഷാവറ യോഗത്തിലെ തർക്കം, വാക്കേറ്റം, പരസ്യ വെല്ലുവിളി ഇതൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെ ഈ സമസ്ത അധ്യക്ഷൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന തരത്തിൽ ചില ചാനലുകളിൽ വാർത്തകൾ വന്നിരുന്നു. അത് പൂർണ്ണമായി തള്ളുന്നു. സമസ്തയുടെ വിശദീകരണം എന്താണ്? രഞ്ജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ ചില വാക്കേറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യമാണ് വസ്തുത. അതിൽ കവിഞ്ഞ് അധ്യക്ഷൻ തന്നെ ഇറങ്ങിപ്പോയി എന്നായിരുന്നു മറ്റ് ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത. എന്നാൽ അത്തരം വാർത്തകൾ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നും ഇത്തരത്തിൽ വഞ്ചിതരാകുന്ന വാർത്തകളുമായാണ് പലരും മുന്നോട്ട് പോകുന്നത് എന്നുമാണ് സംസ്ഥയുടെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നത്. ചില വിഷയങ്ങൾ ചർച്ചയായിരുന്നു. ആ വിഷയങ്ങൾ നീണ്ടുപോവുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് തീരുമാനമെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അത്തരം കാര്യങ്ങൾ ആ യോഗശേഷം അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു. അതിൽ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം തന്നെ പരിഗണിക്കുന്നതിന് വേണ്ടിക്കൊണ്ട്, അതിലെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള മുഷാവറ യോഗം ചേരും എന്ന കാര്യവും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനെയാണ് ചില മാധ്യമങ്ങൾ നൽകിയത് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നും യോഗം അവസാനിക്കും മുമ്പ് അധ്യക്ഷൻ തന്നെ ഇറങ്ങിപ്പോയത് ആ സമ്മേളനത്തെ തന്നെ അത് ബാധിച്ചു എന്നുമുള്ള വാർത്തകൾ വന്നിരുന്നു. അത്തരം വാർത്തകൾ പ്രചരിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥ ഔദ്യോഗികമായിട്ട് തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അധ്യക്ഷൻ ഇറങ്ങിപ്പോയതല്ല, അധ്യക്ഷൻ ആ വിഷയങ്ങളുമായി അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന തരത്തിൽ ചില ചാനലുകളിൽ വാർത്ത വന്നിരുന്നു. അത് പൂർണ്ണമായി തള്ളുകയാണ് സംസ്ഥ. അടിസ്ഥാനരഹിതമായ വാർത്തയാണത് എന്നാണ് സംസ്ഥ വിശദീകരിക്കുന്നത്. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ കരണമറച്ചില്? ഇതാണ് കരണമറച്ചില്, കളവ്, പച്ചക്കളവ് പോലെയാണ്. എന്ത്? സമസ്ത യോഗത്തിൽ നിന്നും ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് ചില ചാനലുകൾ ഉണ്ടാക്കിയ കള്ളത്തരങ്ങളാണ്. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തേ സംഭവിച്ചത്? ഞങ്ങൾ പെട്ടെന്ന് വേറെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് പെട്ടെന്ന് യോഗം പിരിച്ചുവിട്ടു. അങ്ങനെ മൂപ്പര് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. മൂപ്പർക്ക് ചിലപ്പോൾ വല്ല ഉദ്ഘാടനോ സൽക്കാരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അതിനൊക്കെ പോയതായിരിക്കും. എന്തൊരു കഷ്ടാണത്. ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തക്കാരോട് പറയാനുള്ളത്, ആ ചാനലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതി കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? പൊതുജനം കഴുതയല്ല സാർ. അതാ ചാനലിന്റെ ഈ പ്രോഗ്രാമിന്റെ സ്ഥിരം ക്യാപ്ഷൻ ആണോ എന്നറിയില്ല, അതോ സമസ്തന്റെ മുഷാവറ മെമ്പർമാരോട് പറഞ്ഞാണോ എന്നറിയില്ല. എന്താണെങ്കിലും മുഷാവറ മെമ്പർമാർക്കാണ് അത് സൂട്ട്. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതല്ല, മുമ്പ് യോഗത്തിൽ വെച്ച് ഉറങ്ങിപ്പോയതാണ് എന്നും ഞങ്ങൾ കള്ളന്മാർ എന്ന് വിളിച്ചിട്ടില്ല, ചില ഉയരമില്ലാത്ത ആളുകളെ കുള്ളന്മാർ എന്ന് മാത്രമാണ് വിളിച്ചത് എന്ന വിശദീകരിച്ചിട്ട് വരാത്ത നന്നായി. അപ്പൊ എല്ലാ തോന്നിയാസും മുഷാവറയിൽ നടത്തിയിട്ട് പഴി പിന്നെ മാധ്യമങ്ങൾക്ക്. എന്നാൽ ഇതില് ഈ സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഉണ്ടല്ലോ, ഈ പിന്തിരിപ്പൻ പ്രസ്ഥാനം, എല്ലാവരും കള്ളന്മാരാന്നൊക്കെ പറഞ്ഞല്ലോ. അവര് പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്, അതോ ചാനൽ പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്? ഏതായാലും ആ മുഷാവറിൽ പങ്കെടുത്ത കള്ളന്മാരെന്നൊക്കെ പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ഒരാള് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞിട്ടോ. മൂപ്പര് പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോളി. വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉമർ ഫൈസി ഒന്ന് മാറിയിരിക്കണം, ഉമർ ഫൈസിനെ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഉമർ ഫൈസി പറഞ്ഞു ഞാൻ മാറിയിരിക്കൂലെന്ന്. മാറിയിരിക്കേണ്ടതില്ല, നിങ്ങൾ ചർച്ച ചെയ്തോളൂ, ഞാൻ അതിനെതിരൊന്നും പറയുന്നില്ല, പിന്നെ മാറിയിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ് വേണ്ടത്.
എന്നല്ല ഞാൻ ആ വിഷയം പറയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രസിഡന്റിന് മുമ്പിൽ മാറിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ. അപ്പൊ നിങ്ങളടക്കമുള്ള കുറെ കള്ളന്മാരെന്നുള്ള രൂപത്തിൽ എന്തോ ഒരു വാക്യം മൂപ്പര് പ്രയോഗിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ മൂപ്പര് വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞ ഒരു ഇളവണ്ണപ്പാറ പ്രസംഗിച്ചപ്പോ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഖാദി ഫൗണ്ടേഷനെ വിമർശിച്ചു, തങ്ങളെ വിമർശിച്ചു എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് 4 കാലം മേൽ നടക്കും, പിന്നിൽ മോൾക്ക് വളഞ്ഞ വാലുണ്ടാവും, ഇടക്ക് കുരക്കും, പിന്നെ നായെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷെ ആളുകളൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ആ ശൈലി ഖുർആനിലുണ്ട് പല സ്ഥലത്തും. ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ, എന്നിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ഇന്ന ആളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാൻ? നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങളാണ് പിന്നെ കള്ളന്മാരെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സമസ്തയിലെ മുഷാവറ അംഗങ്ങളുടെ ഇടയിൽ ഇതൊരു വലിയ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളത് എന്താണ് ഞാൻ കട്ടെടുത്തതെന്ന് കള്ളന്മാര് പറഞ്ഞപ്പോ. അപ്പൊ അയാൾ വിശദീകരിച്ച് കള്ളന്മാരാണോ കട്ടെടുക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കള്ളം പറയുന്നവരാണ് എന്നാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനിയോട് ഇരിക്കുന്നത് ശരിയല്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ജിഫ്രി തങ്ങള് മുഷാവറയിൽ നിന്ന് ഇറങ്ങി വന്നു. അതെ, അങ്ങനെ മുഷാവറയിൽ നിന്ന് ഇറങ്ങി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ആത്മാർത്ഥമുള്ള സമസ്തക്കാരുണ്ടെങ്കിൽ പറയും, ഇതിൽ ആര് പറഞ്ഞതാ വിശ്വസിക്കേണ്ടത്? ഏത് കള്ളം പറഞ്ഞാ വിശ്വസിക്കേണ്ടത്? ഏതായാലും മുഷാവറിയിലൊക്കെ കള്ളന്മാരായിരുന്നല്ലോ, ഇതിൽ ഏത് കള്ളം പറഞ്ഞതാ വിശ്വസിക്കേണ്ടത്? അതോ ചാനലേരാണോ കള്ളന്മാര്? ആരാതിരി കള്ളന്മാര്? എടോ, ഇതിങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. കാരണം ബാത്തിലിനും വേണ്ടി പടുത്തുയർത്തൊരു പ്രസ്ഥാനാണത്. എന്തിനു വേണ്ടിയിട്ട്? യാ ഷെയ്ഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കണമെന്ന് പറയാൻ, വിളിച്ചാൽ തെറ്റില്ല എന്ന് പറയാൻ, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറയാൻ, അത് പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഞങ്ങളെ സമസ്ത ഉണ്ടാക്കിയതോടോ. അതിന്റെ പര്യവസാനം ഇങ്ങനെ തന്നെ ആവൂലേ? ബാത്തിലിന്റെ പ്രസ്ഥാനം ലോകത്ത് എവിടെ നിലനിന്നിട്ടുള്ളത്? അവസാനം ഹക്കിനായിരിക്കും വിജയം. നിങ്ങളെ പര്യവസാനം എങ്ങനെ ആയിരിക്കും? ആയിക്കോട്ടെ, ഇങ്ങനെ ബാത്തിലിനും വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനം, ആ ലക്ഷ്യം കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? സമസ്തക്ക് കഴിഞ്ഞോ? മൊയ്തീൻ ഷേഖിനെ വിളിക്കാനും ഇസ്തിഹാസ നടത്താനും, മൊയ്തീൻ ഷേഖിനെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറയാനും, മമ്പൂർത്തെ തങ്ങളെ മൊയ്തീൻ ഷേഖ് എന്ന് വിളിക്കണമെന്ന് പറയാനും, അങ്ങനെ വിളിപ്പിക്കാനും ഉണ്ടാക്കിയൊരു പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അതിൽ നിങ്ങൾ വിജയിച്ചോ? അതിലും നിങ്ങൾ സമ്പൂർണ്ണ പരാജയം. കേട്ടോളി. ഇസ്തിഹാസ വിഷയത്തിൽ ഇപ്പൊ ഇസ്തിഹാസ അവർ പറയുന്നില്ല എന്നാണ് ചെറുങ്ങനെ എവിടെയും കൊല്ലത്തിലൊരു പ്രാവശ്യം പറയാണ് ഇപ്പൊ എവിടെയും വെച്ചൊരു പരിപാടി. പണ്ട് അങ്ങനല്ല, നമ്മൾ ഈ സംഘടന ഉണ്ടാക്കിയതിനാണ് മെയിൻ തവസ്സുൽ ഇസ്തിഹാസ. അത് കഴിഞ്ഞിട്ടാണ് പള്ളി പ്രവേശനവും ഒക്കെ അത് കഴിഞ്ഞിട്ട്. അതിപ്പം തവസ്സുൽ നിലനിർത്താനും അത് ജനങ്ങളെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളെ സംഘടന രൂപീകരിച്ചത്. ഇപ്പോൾ ഒരു കൊല്ലത്തിലാക്കി മാറ്റിയത്. കാരണം നമ്മുടെ സുന്നികളിൽ തന്നെ ഒരു 95% ഇസ്തിഹാസ അറിയാത്തവരാണ്. ബദരീങ്ങളെ രസിക്കാനേ പറയാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റൂല എന്നാ പറയാ. അള്ളാഹുവിന്റെ ബദരീങ്ങളുടെ അക്കജാസ് ബർക്കത്ത് കൊണ്ട് പഠിച്ചവനെ അത് നമുക്ക് നടക്കും. നേരിട്ട് പറയാൻ പറ്റൂല, ശിർക്കാണ്, പറ്റൂല എന്നുള്ള അഭിപ്രായക്കാരാണ് സുന്നിയിൽ ഭൂരിപക്ഷവും. കേട്ടിലൂടെ സമസ്തക്കാരെ, ഇത് മൂടില്ലാത്ത ബക്കറ്റിൽ വെള്ളം കോരിയ പിരാന്തന്റെ അവസ്ഥ പങ്കക്ക്. അവസാനം കോരി 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 മുകളിലെത്തിക്കുമ്പോ ബക്കറ്റ് കാലി. സംഘടന ഉണ്ടാക്കി തന്നെ ഇസ്തിഹാസക്കും തവസ്സുലിനും വേണ്ടിയിട്ടാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾ സാധാരണക്കാരനല്ല കേട്ടോ, ഇയാള് സജീവ ഒരു സമസ്തയുടെ പ്രവർത്തകൻ, അതിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ഒരാള്. അയാൾ പറയണേ സംഘടന ഉണ്ടാക്കിയത് ഇസ്തിഹാസക്കും തവസ്സുലിനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ എവിടെത്തി? 95% സമസ്തക്കാരോടും ചോദിക്കാണ്, ബദരീങ്ങളെ വിളിച്ച് ഇസ്തിഹാസം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റൂല, ശിർക്കാന്ന് പറയും. അവിടെ എത്തി. പിന്നെ എന്തിനോടോ ഈ 100 കൊല്ലം, 1 നൂറ്റാണ്ട് കാലം രാവും പകലും നിങ്ങൾ മൈക്കന്റെ മുമ്പിലും പിമ്പിലും കിടന്ന് അലറിയിട്ട് കേരളത്തിൽ മുഴുവനും മൂടിട്ട് നിരങ്ങിയിട്ട് സമസ്ത എന്തിനു പ്രവർത്തിച്ചു? പിരിച്ചുവിട്ടാളിയത്. അതിന്റെ ആവശ്യമില്ല കേരളത്തിൽ. ഈ പിന്തിരിപ്പൻ ബാത്തിലിന്റെ പ്രസ്ഥാനം കേരള മുസ്ലിങ്ങളെ ആവശ്യമില്ല. നിങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയത്? അതിൽ പോലും വിജയം കാണാൻ കഴിഞ്ഞിട്ടില്ല. ബാത്തിലിനാണ് ഉണ്ടാക്കിയത്, അതിലും വിജയം കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ ഉദ്ദേശം നടന്നില്ല എന്ന് മാത്രമല്ല, താമ്പ് തച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോണ്ടോ വഹാബികള് നിങ്ങളിടയിൽ ഗ്രൂപ്പിസ് ഉണ്ടാവില്ലേ, നിങ്ങൾ എത്ര കഷ്ണമായി, നിങ്ങൾക്ക് എന്താ പറയാൻ യോഗ്യത എന്ന് പറയും. ഇവിടെ ഞങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ കേരളത്തിലെ മുജാഹിദിന്റെ ഒരു സംഘടനയും പറഞ്ഞിട്ടില്ല ഇത് റസൂൽ ഉണ്ടാക്കിയ പ്രസ്ഥാനാണ്, അള്ളാഹ് ഉണ്ടാക്കിയ പ്രസ്ഥാനാണ്, റസൂൽ ഇതിന് ആമിയും പറഞ്ഞിട്ടുണ്ട്, റസൂൽ ദ്വാരുന്നിട്ടുണ്ട്, റസൂൽ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനം ആരും പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാരുണ്ടാക്കിയ പ്രസ്ഥാനം, അതിന്റെ അപാകതകൾ അതിനുണ്ടാവും. നിങ്ങൾ അങ്ങനല്ല. സമസ്ത എന്ന് പറഞ്ഞാൽ റസൂലിന്റെ നിർദ്ദേശപ്രകാരം റസൂൽ ഉണ്ടാക്കിയ പ്രസ്ഥാനം, റസൂൽ അടക്കമുള്ള മഹാന്മാർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ അവസ്ഥയാണത്. 1 നൂറ്റാണ്ട് കാലം കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും ഇവർ അനുയായികൾ 95% വിശ്വസിക്കുന്നതും ഇസ്തിഹാസ ശിർക്കാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്?
എന്നിട്ട് ഈ സമസ്ത ഉണ്ടല്ലോ, ഈ മഹത്തായ സമസ്ത, ഈ സമസ്തയിൽ പ്രവർത്തിക്കലാണ് നമ്മളെ ബദറും കന്തക്കും ഉഹുദൊക്കെ ഒരുത്തം പ്രസംഗിക്കുക. കേട്ടോളി. ഫലസ്തീനിലെ 7000 കുട്ടികൾ ഷഹീദായി, അവരെ കൂടെയാണ് നമുക്ക് സ്വർഗത്ത് പോകേണ്ടത്. നമുക്ക് ഷഹീദായാലും നമ്മളെ ബദർ എന്താണെന്ന് നിങ്ങൾ സമസ്തക്ക് പ്രവർത്തിക്കുക. അതന്നെയാണ് ബദർ, ഇതന്നെയാണ് ഉഹുദ്, ഇതന്നെയാണ് ഹന്തക്കിന്റെ കടങ്ങ് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ സമസ്തക്ക് വേണ്ടിയിട്ട് കൊടിയുത്താൻ കൊഴി ഒഴിക്കുക. അതന്നെ. ഓ, വലിയ ഓഫറാണ് ഇപ്പൊ അത്. ഫലസ്തീനിൽ 7000 കുട്ടികൾ ഷഹീദായി സ്വർഗത്ത് പോയല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഷഹീദാകാനൊന്നും പറ്റുമല്ലോ, കാരണം ഇവിടെ ബദർ ഉഹുദൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ സമസ്തക്കും വേണ്ടി പ്രവർത്തിച്ചോളി. ഇതന്നെ നിങ്ങളെ ബദർ, ഇതന്നെ നിങ്ങളെ ഉഹുദ്, ഇതന്നെ നിങ്ങളെ കന്തക്ക്. കന്തക്കിന്റെ കിടങ്ങ് എന്ന് പറഞ്ഞാൽ സമസ്തന്റെ കൊടി കുത്താൻ വേണ്ടി കുയ്യുത്തലാണ്. അതാണ് കിടങ്ങെന്ന്. എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആ കുയ്യൊന്നാണ് വലുതാക്കി കുത്തിയിട്ട് സമസ്തനെ ഞായിട്ടാണ് മൂടിക്കാളി. അതിനെ കൊള്ളൂ. അത് രണ്ട് മൂടലാണ് കുത്തിക്കാളി. എന്നിട്ട് അതിന്റെ തലക്കാമ്പുറത്ത് ഇരുന്ന് കണ്ട് ഒരു അൽഫാത്തിയും വിളിച്ചിട്ട് ഒന്ന് തെൽക്കീനോട് ചൊല്ലി കൊടുത്താളി. ഒരു പ്രതീകാത്മക തെൽക്കീൻ. മനസ്സിലായോ? കേട്ടിക്കണ കൗമിനെങ്കിലും ഒന്ന് അന്തം വെച്ചോട്ടെ. മൻ റബ്ബുക മൻ നബിയുക എന്നൊക്കെ ഒരു പ്രതീകാത്മക തെൽക്കീനും ചൊല്ലി കൊടുത്താളി. അങ്ങനെയാണല്ലോ. ജീവിച്ചിരിക്കണ കാലത്ത് കൗമിന് ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കുമല്ലോ. ജീവിച്ചിരിക്കണ കാലത്ത് മൻ റബ്ബുക്കില്ല, മൻ നബിയിക്കില്ല, ഒന്നുമില്ല. മരിച്ചു കഴിഞ്ഞ് മൂടെല്ലാം വെച്ച് കണ്ട് മണ്ണിട്ട് മൂടിന് ശേഷമാണ് തലക്കാമ്പുറത്ത് ഇരുന്നിട്ട്, കബറിന്റെ തലക്കാമ്പുറത്ത് ഇരുന്നിട്ട് മൊല്ല മറബുക്കോ മന്നബിയുക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലറല്. ജീവിച്ചിരിക്കണ കാലത്തോ, ജീവിച്ചിരിക്കണ കാലത്ത് മൻ മൊയ്തീൻ ഷെയ്ഖുക്ക, നിന്റെ മൊയ്തീൻ ഷെയ്ഖാരാണ്. മൻ മമ്പർത്ത തങ്ങളുക്ക, നിന്റെ മമ്പർത്ത തങ്ങൾ ആരാണ്. മൻ മടവൂരുക്ക, നിന്റെ മടവൂരാരാണ്. ആ മധുക പറഞ്ഞു കൊടുക്കല്. മരിച്ചീലേശാണ് ദീൻ പറഞ്ഞു കൊടുക്കല്. മൊത്തം തലരിഞ്ഞുകൊണ്ട നിങ്ങൾ ആശയം മാത്രമല്ല പ്രവർത്തനം എല്ലാം തലരിഞ്ഞുകൊണ്ട. അപ്പൊ ഈ കന്തക്കുണ്ടല്ലോ, പറഞ്ഞു വരുന്നത് അതാണ്. നിങ്ങളെ ഈ സമസ്തക്കും വേണ്ടി കുടി കുത്തുന്ന ഈ കുഴിയാണ് നിങ്ങളെ കന്തക്ക് എന്ന് പറഞ്ഞല്ലോ. ആ കന്തക്കൊന്നും കൂടി ബൽതാക്കി കുത്തിയിട്ട് അതിലിട്ട് സമസ്തനാണ് മൂടിക്കാളി. അതിനെ കൊള്ളുള്ളൂ. അത് നിലനിൽക്കേണ്ട ആവശ്യം നമ്മുടെ കേരളത്തിലില്ല. കാരണം നിങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയത്? ബാത്തിലും വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. മഹാന്മാരെ വിളിച്ച് തേടാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അവസാനം 1 നൂറ്റാണ്ട് കാലം അത് പറഞ്ഞ് കൗമോടെത്തി മഹാന്മാരെ വിളിച്ച് തേടൽ ശിർക്കാന്നുള്ളതെത്തി. ഇതല്ല നിങ്ങളെ അവസ്ഥ. എങ്ങനെയാണോ കൗമ അങ്ങനെ എത്താതെക്കുക? നിങ്ങൾ കൗമിന്റെ മുമ്പിൽ പ്രസംഗിക്കുന്ന വഷളത്തരങ്ങൾ എന്താണ്? നിങ്ങൾ ആദർശം 8 കാല് വലയേക്കാൾ ദുർബലമായ ആദർശമാണ്. ഓരോ തർക്ക വിഷയത്തില് നിങ്ങൾ തെളിവ് പറഞ്ഞ കോലങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കൗമ് ചിന്തിക്കൂലേ? കൗമ് മാറൂലേ? ഈ മുസ്ലിയാരനെ പ്രസംഗിക്കുന്ന കേട്ടോക്കി. കുപ്പിയിലകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ ഇങ്ങളെ കൽഭാഗമെന്നോവ. കുപ്പിന്റെ ഉള്ളിലുള്ള വസ്തുവിനെ പോലെ കാണുന്നതാണ്. എനിക്ക് ഈ മാല ഹക്കുല്ലക്കൈനായ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇൽമ പല ആയിട്ടാണല്ലോ. ഇസ്മുല്ലക്കൈൻ ഉണ്ട്, റസ്മുല്ലക്കൈൻ ഉണ്ട്, ഇൽമുല്ലക്കൈൻ ഉണ്ട്, ഐനുല്ലക്കൈൻ ഉണ്ട്, ഹക്കുല്ലക്കൈൻ ഉണ്ട്, ഹക്കൈക്കത്തുല്ലക്കൈനും ഉണ്ട്. യക്കൈനും പല ആയിട്ടല്ലേ. എനിക്കിത് ഹക്കുല്ലക്കൈനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഈ മാല. ഞാൻ ഖത്തർക്ക് ഒരു പ്രോഗ്രാമിന് പോവാണ്. എൻ്റെ അടുത്തൊരു ഹാൻഡ് ബാഗുള്ളത്. അതിൽ എന്നോ വെച്ചൊരു ബ്ലേഡിൻ്റെ പൊട്ടുണ്ട്. ഞാനത് അറിഞ്ഞിട്ടില്ല. എൻ്റെ ബാഗിൽ 2-3 കിതാബും എടുക്കാനുള്ള തുണി കുപ്പായും കന്തൂരയുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനിത് ബാഗായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരാളിനോട് പറഞ്ഞു, മുലേരെ മൗലവി ആ ബാഗ് കണ്ട് വെക്കുന്നതാണ്. വെച്ചാൽ എന്തേന്ന് വെച്ച് അതിൻ്റെ ഉള്ളിലൊരു ബ്ലേഡ് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇയാൾ മൊയ്തീൻ ഷോ എന്നല്ല, കൃഷ്ണൻകുട്ടിയാണ്. ഇയാൾ ബാഗിൻ്റെ ഉള്ളിൽ അറിഞ്ഞാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ ഏതോ മൂലക്കുള്ള ബ്ലേഡ് നിങ്ങൾ എങ്ങനെ കണ്ടെന്ന് വെച്ചു. ഈ യന്ത്രം പറഞ്ഞാണെന്ന് പറഞ്ഞു. നിങ്ങളൊരു ഒച്ചയിട്ടില്ലേ കിളി കിളി കിളിയെന്ന്? യന്ത്രം പറഞ്ഞാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലുള്ള കമ്പി കഷ്ണം മൊയ്തീൻ മാലവാട്. കുപ്പിയിലകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ എൻ്റെ ബാഗില് ഉള്ളോവർ. കൽബ് എന്നുള്ളത് ബാഗാക്കി കൊടുത്താൽ പോരെ? കൽബ് എന്നുള്ളത് ബാഗാക്കി കൊടുത്താൽ മതി. തലച്ചോറ് എന്നുള്ളത് ചകിരിച്ചോറ് ആക്കി കൊടുത്താളി. അപ്പൊ ഒക്കെ ക്ലിയർ ആവുമല്ലോ. എന്താ ഈ പറഞ്ഞത്? ഇവിടെ കേരളത്തിലെ സമസ്തക്കാരും സലഫികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട തർക്ക വിഷയങ്ങളിൽ ഒന്നാണത് മഹാന്മാർക്ക് മറന്ന കാര്യം അറിയില്ല എന്നുള്ളത്. ഇവർ പറയണോ അള്ളാഹു അറിയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ മഹാന്മാർക്കും അറിയുന്നു. എന്നിട്ട് മൊയ്തീമാല തെളിവ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമാ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. മൂപ്പര് കുറെ കാലത്ത് ഇങ്ങനെ പാടുന്നല്ലാതെ ഇത് മൂപ്പർക്ക് ഹക്കുൽ യക്കീനായത് എവിടെയെന്നറിയോ? നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയപ്പോ അവർ ബ്ലേഡിന്റെ പൊട്ടുണ്ടായിരുന്നു മൂപ്പരെ ബാഗില്. അപ്പൊ അങ്ങനെ അവിടെ ഇങ്ങനെ സ്കാൻ ചെയ്യണ മെഷീനുള്ളിൽ കയറ്റിപ്പോ കിളിക്കിരി. അപ്പൊ കൃഷ്ണൻകുട്ടി, മൊയ്തീശക്കൊന്നല്ല, കൃഷ്ണൻകുട്ടി അറിഞ്ഞല്ലോ. അവിടുത്തെ ആള് കൃഷ്ണൻകുട്ടി പറഞ്ഞല്ലോ നിങ്ങളെ ബാഗിനുള്ളിൽ സാധനം ഉണ്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ മൊയ്തീശേക്കാ? അല്ല, ഈ യന്ത്രം പറഞ്ഞതാണ്. അപ്പൊ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ, കുപ്പിയകത്തുള്ള നിങ്ങളെ ബാഗിന്റെ അകത്തുള്ള വസ്തു കാണുവാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നവർ മഹാനായ കുതുബുൽ ആലം കൃഷ്ണൻകുട്ടി ഔലിയ. നിങ്ങൾ മുഷാവറയിൽ എടുത്താളി മുമ്പരെ. നിങ്ങളെ മുഷാവറയിലെ മമ്പറങ്ങാരായിട്ട് മെച്ചായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഔലിയാക്കളെ മുഷാവറയിൽ എടുത്തോളി. അല്ലെങ്കിൽ നിങ്ങൾ ഔലിയാക്കളെ കാട്ടി മെച്ചായിരിക്കും. കാരണം യന്ത്രം നോക്കിയിട്ടുള്ള പറഞ്ഞത് അത് കളവറിയല്ലോ.
ഇതാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വക തോന്നിയാസങ്ങളും ഈ വക ദുർബലമായ വാദങ്ങളുമാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരൊരു ബാത്തിലിന്റെ വാദങ്ങൾ കെട്ടിപ്പടുത്തുണ്ടാക്കി, ഓരോ വിശ്വാസങ്ങൾ കെട്ടിപ്പടുത്തുണ്ടാക്കി. പിന്നെ അതിന് തെളിവ് ഖുർആനോ ഹദീസൊന്നുമല്ല. കൃഷ്ണൻകുട്ടിയാവില്ല എയർപോർട്ടിലെ എടോ, നിങ്ങൾ ഈ കൗമിന്റെ മുമ്പിൽ 1 നൂറ്റാണ്ടല്ല 10 നൂറ്റാണ്ട് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? പൊലമ്പീറ്റ് കാര്യമുണ്ടോ? നാക്കിട്ടടിച്ചിട്ട് കാര്യമുണ്ടോ? കൗമ് ചിന്തിക്കൂലേ? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ മൂല്യന്മാരെ പോലെയാണ് ഈ അനുയായികൾ മുഴുവൻ നിങ്ങൾ വിചാരിച്ച? അവര് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തലച്ചോറുള്ള അനുയായികൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 95% ഇസ്തിഹാസക്ക് എതിരായത്. മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങൾ ഈ പറഞ്ഞ വഷളത്തരങ്ങൾ കേൾക്കാൻ മുമ്പിൽ തൊള്ളയും പൊളിച്ചിരിക്കുന്ന കുറച്ച് കൗമുണ്ടാവും. ബാക്കിയുള്ള ഈ സമുദായത്തിലെ സമസ്തയുടെ ബാനറിൽ, സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകൾ മുഴുവനും നിങ്ങളുടെ ഈ വികല വിശ്വാസങ്ങളും ഈ വഷളത്തരങ്ങളും വിശ്വസിക്കുന്ന ആളുകളാണ് എന്നുള്ള ധാരണകൾ മാറ്റണം. അപ്പോഴേ നിങ്ങൾ നന്നാവുള്ളൂ. മനസ്സിലായി നിങ്ങൾക്ക്? ഇത് മാത്രല്ല, ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. 1 നൂറ്റാണ്ട് കാലം സമസ്ത കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കൗമിന്റെ ചിത്രം ഇവനെ നാവുകൊണ്ട് നമ്മൾ പറയിപ്പിക്കും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഇപ്പൊ പൊതുജനങ്ങളുടെ ഇടയിൽ വഷളം ചർച്ച, ചാനലുകളെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. എന്ത് ജിഫ്രി കോയ ഇറങ്ങിപ്പോയോ അതോ ഉറങ്ങിപ്പോയോ, കള്ളൻ വിളിച്ചോ അതോ കുള്ളനാണോ വിളിച്ചത്? ചർച്ച ഉളുപ്പുണ്ടിടങ്ങൾക്കൊക്കെ എന്തിനാണ് നമ്മൾ ഈ ചർച്ച ചെയ്യണത്? നിങ്ങൾക്ക് മുൻകഴിഞ്ഞ മഹാന്മാരോട് ചോദിച്ചാൽ പോരെ, നബിമാരോട് ചോദിച്ചാൽ പോരെ. നിങ്ങൾ ഇസ്തിഹാസക്ക് എന്താ തെളിവ് പറയല്? മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കൂ നബിയേ. അപ്പൊ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കാം, ഇസ്തിഹാസ നടത്താം, അവർ കേൾക്കും, ഉത്തരം ചെയ്യും. ഖുർആനിലെ ആയത്ത് ഓതി ദുർവ്യാഖ്യാനിച്ചിട്ട് ഇതല്ലേ നിങ്ങളോട് പറഞ്ഞു കൊടുത്തിന്റെ കൗമിന്? മുൻകഴിഞ്ഞ നബിമാരോടൊക്കെ ചോദിച്ചു നോക്കാന്ന്. അപ്പൊ നിങ്ങൾക്ക് റസൂലിനോടാണ് ചോദിച്ചുകൂടോ? റസൂല്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ സമസ്ത തട്ടിക്കൂട്ടിയത്? ആദ്യത്തെ യോഗത്തിൽ തന്നെ ആമീൻ പറഞ്ഞ ആളല്ലേ നിങ്ങള്? ഇപ്പൊ സമസ്തയിൽ ഇങ്ങനെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ മുക്കം വയസ്സിനെ കൊണ്ട് ആകെ സ്വൈര്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൂപ്പർ വല്ല ഫിത്തന ഉണ്ടാക്കിയിട്ടുണ്ടോ? ആരൊക്കെയാണ് ഈ സമസ്തയിൽ ഫിത്തന ഉണ്ടാക്കിയത് എന്ന് റസൂലിനോട് ചോദിച്ചൂടെ? ആയത്ത് തെളിവില്ല നിങ്ങൾക്ക് ഇല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ആയത്ത് ഹദീസൊന്നും ഓർമ്മല്ല? ഇപ്പൊ നിങ്ങളെ മഹാന്മാർ പ്രതികരിക്കൂല? റസൂലിനോട് ചോദിച്ചിട്ടുണ്ടാക്കിയ, റസൂലിന്റെ സമ്മതപ്രകാരം ഉണ്ടാക്കിയ സംഘടനയിൽ പ്രശ്നം ഉണ്ടാവുമ്പോ റസൂല് പരിഹരിക്കാൻ വരൂലേ? എന്താണ് നിങ്ങൾ പറയാത്തത്? റസൂലിനോട് ഏൽപ്പിച്ചു കൊടുത്താൽ പോരെ? അല്ലാതെ ജിഫ്രി ഇറങ്ങിപ്പോരാ? ഇറങ്ങിപ്പോകാൻ ജിഫ്രി ആരാ? ഒരു വലിയ വലിയാണല്ലോ. കരിഞ്ചോല മലയിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ആ ഉരുൾപൊട്ടലിന്റെ മൺകൂണന്റെ അടിയിൽ കിടന്ന മയ്യത്തുകള് ജിഫ്രി ചൂണ്ടിക്കാണിച്ചു കൊടുത്താണ് തോണ്ടിയെടുത്തത് എന്നാണ് നിങ്ങൾ സമൂഹത്തോട് പറഞ്ഞു. അത്രയും കറാമത്തുള്ള ആളാണ് ജിഫ്രി. അത്രയും കറാമത്തിന്റെ ഉടമയായി ജിഫ്രി വരെ ഈ മുക്കം വയസ്സിനെ കൊണ്ട് ഇടങ്ങാറായിട്ട് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ സമസ്തന്റെ നെലും വലിയും തൊടോ പിരിച്ചു വിട്ടാളിടോ. അത് എന്തിനാ ഇവിടെ ഈ വേസ്റ്റ് പ്രസ്ഥാനം? അപ്പൊ സഹോദരങ്ങളെ, സാധാരണക്കാരായ സമസ്തക്കാരെ ചിന്തിച്ചോളിങ്ങള്. 1 നൂറ്റാണ്ട് കാലം ഈ പുരോഹിതന്മാര് ഖുർആനിലെ ആയത്തോതി ഹദീസോതി ദുർവ്യാഖ്യാനിച്ച് നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ഇവർ നിങ്ങളുടെ മുമ്പിൽ കെട്ടി ഉയർത്തിയ എല്ലാ ആദർശ കോട്ടകളും വെറും ചീട്ടുകൊട്ടാരം മാത്രമായിരുന്നു തകർന്നുകൊണ്ടിരിക്കുന്നത്. ഔലിയാക്കളെല്ലാം കാണും, കേൾക്കും, നിയന്ത്രിക്കും. നമ്മളെ പ്രസ്ഥാനത്തിന് ഇപ്പോഴും നിയന്ത്രിക്കേണ്ട ഔലിയാക്കൾ തന്നെയാണ്. ഇതൊക്കെയല്ലേ നിങ്ങളോട് പറഞ്ഞിരുന്നത് അല്ലേ? ഇപ്പൊ ഔലിയാക്കളുമില്ല, മഹാന്മാരുമില്ല, റസൂലുമില്ല, ഒന്നുമില്ല. ആകെ പട്ടി വെച്ചമാരി എരപ്പായി കിടക്കണ സമസ്താന്റെ മുഷാവറ എന്ന് പറഞ്ഞാല് എന്താ നിങ്ങളെ അവസ്ഥ? അതുകൊണ്ട് ഈ ചൂഷകന്മാരായ, ഈ വിശ്വാസ ചൂഷകരായ ഈ സമസ്തയുടെ പുരോഹിതന്മാരെ സാധാരണക്കാർ തിരിച്ചറിയണം. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ഈ പ്രസ്ഥാനം ഉണ്ടല്ലോ, ഈ കേരളത്തിലെ ഈ പിന്തിരിപ്പൻ പ്രസ്ഥാനം, അത് പുറങ്കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കണം. നിങ്ങൾ യഥാർത്ഥ ദീനിലേക്ക് മടങ്ങി വരണമെന്നാണ് സാധാരണക്കാരായ നിഷ്കളങ്കരായ പാവപ്പെട്ട സമസ്തക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ പിന്നീടുള്ള വീഡിയോയിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.